സ്വീകരിക്കുമാറാകട്ടെ എന്നാമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ആശയങ്ങളും കാര്യങ്ങളുമൊക്കെ വളരെ ചെറിയ വാക്കുകളിലൂടെ വിശാലമായ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ സ്വാഗത ഭാഷണത്തിലും സൗദ് മാഷ സംസാരത്തിലൂടെയും നമ്മൾ കേട്ടു. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചാൽ ഹജ്ജുമായും ഉംറയുമായും ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഹജ്ജിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊരു ക്ലാസ്സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും വേണ്ടതില്ല എന്നുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇത്തരമൊരു കാര്യം ഈ വർഷം അവിടെ എത്തിപ്പെടാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾക്കും അത്തരമൊരു സ്ഥലങ്ങളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായും ആ സ്ഥലങ്ങളും ആ പ്രദേശങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ നമ്മളും അവിടെ എത്തിപ്പെട്ടതുപോലെ നമ്മുടെ മനസ്സിലേക്കൊരു ഫീല് വരും. അതിനും കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു സംസാരം ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും അതിൻ്റെ പ്രാധാന്യമോ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഇതൊന്നും ഇങ്ങോട്ട് വെക്കോ, ഇതൊന്ന് പിടിക്കും, എനിക്കിങ്ങനെ കാണാനോ. മതി 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 എന്നങ്ങോട്ട് വെച്ചോ. അള്ളാഹ്ക്ക് നിർബന്ധമല്ല, പിന്നെ ആർക്കാ നിർബന്ധം? നമുക്കാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ പരിശുദ്ധമായ ഭവനത്തിങ്കൽ എത്തിപ്പെട്ട് അവിടെ എത്തിപ്പെടാൻ കഴിയുന്ന മുഴുവൻ ആളുകളും എത്തിപ്പെടണം എന്ന് തന്നെയാണ്. സാധാരണ പല ആളുകളും പറയാറുണ്ട് എനിക്കതിന് സമയമായിട്ടില്ല എന്നാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറാവുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഈ വർഷം പെട്ടെന്ന് തീരുമാനിച്ചാൽ അടുത്ത വർഷം ഒരുപക്ഷെ പോകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ ഏകദേശം ഒരു പ്ലാൻ, ഒരു ഐഡിയ ഒരു പ്ലാൻ നമ്മൾ മുന്നിൽ കണ്ട് എനിക്കൊരു 3 വർഷം കഴിഞ്ഞിട്ടാണോ ഹജ്ജ് ചെയ്യാൻ പറ്റുക, പക്ഷെ അതിപ്പോൾ തീരുമാനിക്കണം. നമ്മുടെ മോൾക്കൊരു 17 വയസ്സായി വിചാരിക്കുക. സ്വാഭാവികമായും നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും, 20ാമത്തെ വയസ്സിൽ ആ മോളെ കല്യാണം കഴിപ്പിക്കണം. നമ്മളിപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് പല സന്ദർഭങ്ങളിൽ കടന്നു വരും. അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തും, അല്ലേ? ഇതുപോലെ ഒരു 3 വർഷം കഴിഞ്ഞിട്ടോ 5 വർഷം കഴിഞ്ഞിട്ടോ ആണ് എനിക്ക് പറ്റുക, അതിപ്പോൾ നമ്മൾ തീരുമാനിക്കണം. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ തീരുമാനിക്കണം എന്നല്ല പറഞ്ഞത്. നമ്മളെ മനസ്സിലേക്ക് നമ്മൾ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തണം. എനിക്കെപ്പോഴാണ് പോകാൻ കഴിയുക, എന്നിട്ട് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണം. ഓരോ മാസവും നമുക്ക് ഇത്ര വെച്ച് മാറ്റിവെക്കാൻ പറ്റുമോ, അങ്ങനെ മാറ്റിവെക്കണം. ആ രൂപത്തിൽ നേരത്തെ തന്നെ തയ്യാറായി, അത് അള്ളാഹുവിനും അറിയാലോ. ഞാനിപ്പോൾ തയ്യാറായതും ഞാൻ മാറ്റിവെക്കുന്നതും അള്ളാഹുവേ നിനക്കറിയാം എൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റബ്ബേ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിനിടയിൽ നമ്മൾ മരണപ്പെട്ടു പോയാലോ നമുക്കതിന് പ്രതിഫലം കിട്ടൂലേ? കാരണം ഈ വർഷം പോകാൻ എനിക്ക് കഴിയില്ല എന്നുറപ്പുണ്ട്. അടുത്ത വർഷമോ 2 വർഷം കഴിഞ്ഞിട്ടോ എനിക്ക് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ തീർച്ചയായും അതിനിടയിൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ നിയ്യത്തനുസരിച്ച് അള്ളാഹുവിങ്കൽ പ്രതിഫലമാണ്. അതുകൊണ്ട് ഓരോരുത്തരും നമ്മളെപ്പോഴെങ്കിലും സമയമെടുത്ത് തീരുമാനിക്കണം. ഇതുവരെ ഹജ്ജ് ചെയ്തിട്ടില്ലാത്തവർ ഒക്കെ ആലോചിക്കണം, എനിക്കെപ്പോഴാണ് പോകാൻ കഴിയുക? ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണോ, 4 വർഷം കഴിഞ്ഞിട്ടാണോ, 5 വർഷം കഴിഞ്ഞിട്ടാണോ? എങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ ഞാൻ എങ്ങനെ നടത്തണം എന്ന് ഓരോരുത്തരും എന്ത് ചെയ്യണം, തീരുമാനിക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ആയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചത്.
നിർബന്ധമാണ് എന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകളൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഞാൻ ഉംറയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആദ്യം കാണിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. ഞാനത് വേഗം പോവാണ്, കാരണം ഏകദേശം എല്ലാവർക്കും ഉംറയുമായി ബന്ധപ്പെട്ട് അറിയാം, ഉംറ പോയവരാണ്, പഠിച്ചവരാണ്. പക്ഷേ ഏതൊരു കർമ്മവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇപ്പറയപ്പെട്ട 4 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന് ഇഖ്ലാസ് ഉണ്ടാകണം, മറ്റൊന്ന് ഇത്തിബാ റസൂലായിരിക്കണം. നേരത്തെ സൗദ് മാഷ് പറഞ്ഞല്ലോ, ആ ജംറയിലൊക്കെ പോയാൽ നമുക്ക് അതിൻ്റെ അവസ്ഥകൾ കാണാം, മത്താഫിൽ പോയാൽ അവസ്ഥകൾ കാണാം. അങ്ങനൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഹജ്ജ് ചെയ്തോ, ഖുദൂ അന്നി മനാസിക്കക്കും, ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്തതായി നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ ഹജ്ജ് ചെയ്യണം. സല്ലു കമാ റഅയ്തുമൂനി, കണ്ടോ, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. കണ്ടോ, അതാണ് ഇത്തിബാ റസൂൽ. സൃഷ്ടാവുമായിട്ടുള്ളൊരു ബന്ധം ശക്തമാക്കണം. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ ഞാൻ വിശദീകരിക്കണില്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ, ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയാണ്. 4-മത്തെ കാര്യം, സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം നന്നാക്കണം. നമ്മുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കണമെങ്കിലേ നമ്മുടെ മനസ്സ് നന്നാവണം. പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, നിങ്ങൾ പഠിച്ചിട്ടില്ലേ, എല്ലാ വ്യാഴാഴ്ചയിലും എല്ലാ തിങ്കളാഴ്ചയിലും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. അവിടെ ചെല്ലുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 2 ആളുകളുടെ കർമ്മത്തെ നോക്കി പറയും, ഈ 2 ആളുകളുടെ കർമ്മം തൽക്കാലം മാറ്റിവെക്ക്, അത് സ്വീകരിക്കാൻ സമയമായിട്ടില്ല. എന്തേ കാരണം? അവർ തമ്മിൽ പിണക്കത്തിലാണ്. പിണങ്ങി നിൽക്കുന്നവരുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യന്മാരുമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ ശക്തമാക്കിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കുക. ഞാൻ സാധാരണ പറയാറ് ആഭരണങ്ങളൊക്കെ ഒഴിവാക്കാമെന്നാണ്. കാരണം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഉംറ ക്ലാസ്സിലും പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഉംറക്കൊക്കെ പോകുമ്പോഴേ ചിലപ്പോൾ ചെറിയ 1 പവൻ്റെ വളമൊക്കെ ആവുള്ളൂ, അല്ലെങ്കിൽ 1 പവൻ്റെ മാലൊക്കെ ആവുള്ളൂ. അതൊക്കെ ആ തവാഫിൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതെന്നായിരിക്കും മനസ്സിൽ ചിന്ത. ഉംറ കഴിഞ്ഞ് തിരിച്ചു വന്നാലും, എങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാലും ആളുകളിലേക്ക് എങ്ങനെ ഉണ്ടായി, അതൊക്കെ ഉഷാറായിരുന്നു, പൻ്റെ മറ്റേ 2 പവൻ്റെ മാല പോയി, ചിന്ത അതായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും അതൊക്കെ ഒഴിവാക്കാം. പരസ്പരം ഒരു ടീമായിട്ടാകും. പ്രത്യേകിച്ച് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ മിനയിലും മുസ്ദലിഫയിലും ഒക്കെ, അല്ലെങ്കിൽ മിനയിലെ ടെൻറ്റിലൊക്കെ വലിയ ഒരു സഹകരണം ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ അതേപോലെ തന്നെ വൃത്തിയാക്കേണ്ട ഭാഗങ്ങൾ വൃത്തിയാക്കണം. ഇതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ മരുന്ന്, ഇഹ്റാമിൻ്റെ വസ്ത്രം ഹജ്ജിനാണെങ്കിൽ 2 ജോഡി നല്ലതാണ് കേട്ടോ. ഹജ്ജിനാണെങ്കിൽ 2 ജോഡി നല്ലതാണ്. അതേപോലെ തന്നെ ഒരു ഹാൻഡ് ബാഗ്, സാധാരണ ട്രോളി ബാഗിനപ്പുറം നമ്മൾ മിനയിൽ നിന്ന് അറഫയിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകേണ്ടതില്ല, ഒരൊറ്റ ദിവസത്തിൻ്റെ യാത്രക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ നമ്മുടെ ഒരു തോളിലിട്ട് പോകാൻ പറ്റുന്ന സ്കൂൾ ബാഗ് പോലെയുള്ള ഒരു ഹാൻഡ് ബാഗ്. അതേപോലെ തന്നെ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാറയെരുപ്പ് എന്നറിയാമല്ലോ, അതായിരിക്കും നല്ലത്. പിന്നെ കുട അവിടെ നിന്നൊക്കെ കിട്ടും, എങ്കിൽ പോലും ഒരു കുട നമ്മൾ കരുതുന്നത് നല്ലതാണ്. ശക്തമായ ചൂടായിരിക്കുമല്ലോ, തല മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ബസ് കിട്ടിയില്ല, നടന്നു പോകേണ്ടിയൊക്കെ വരും ചിലപ്പോൾ. അപ്പോൾ ആ സമയത്ത് ഒരു കുട നല്ലതാണ്, നേരത്തെ തന്നെ കരുതിയാൽ. ആ ചിലപ്പോൾ പൈസ ഒക്കെ ഉണ്ടാവും, മേടിക്കാൻ പോയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അതിനുവേണ്ടി സമയം കാണൽ എളുപ്പമല്ല. ഇതൊക്കെ നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നേരത്തെ സിറാജൊക്കെ പറഞ്ഞ ഒരു ആയത്താണിത്, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. സൂക്ഷ്മതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഥേയം. നമ്മുടെ കയ്യിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അതാണ്. ബാക്കിയെല്ലാം ഉണ്ട്, ഇതില്ലെങ്കിലോ ഒന്നുമില്ലാത്തതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ശരി, ഞാൻ വേഗം ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. ഇതിൻ്റെ പ്രശ്നമാവും അല്ലേ, ഇത് ഒഴിവാക്കുന്നത് തൽക്കാലം. ആ സമയത്ത് കുറച്ച് ചെയ്യണ്ടേ, കുഴപ്പമില്ല, എന്തുണ്ട് അവിടെ കൈ പിടിക്കണ്ട. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ യാത്ര എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ് കേട്ടോ.
അസ്സഫറു ഖിത്അത്തുൻ മിനൽ അസാബ്. യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ ശിക്ഷയുടെ ഒരു ഭാഗമാണെന്നാണ്. ശിക്ഷ എന്ന് പറഞ്ഞൊരു പ്രയാസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴോ നമുക്കൊരു പക്ഷെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാകും ഇല്ലേ? ചെറുതായിട്ട് ഏത് യാത്രക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ വെള്ളം, നിങ്ങളുടെ ഉറക്കമൊക്കെ നഷ്ടപ്പെടും. ഇതൊന്നും മര്യാദക്ക് കിട്ടിയെന്ന് വരില്ല. ഇതൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ടീം നല്ല റൂം തരാം, നല്ല ഭക്ഷണം തരാം, കേരളീയ ഫുഡ് തരാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊണ്ടുപോകണത്. പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യില്ല, വിചാരിച്ച പോലെ കിട്ടിയെന്ന് വരില്ല. അതാണ് റസൂൽ പറയുക, അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ ഫലിയുഅജ്ജിൽ ഇലാ അഹ്ലിഹി, നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കുക തന്നെ ചെയ്യും. കണ്ടോ, ഹാജിമാരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതിഥികളാണ്. ളുയൂഫ് ബൈത്തില്ലാഹിൽ ഹറാം എന്നാണ്, അള്ളാഹുവിൻ്റെ അതിഥികളാണ്. അപ്പോൾ പരിശുദ്ധ ഭവനത്തിലേക്ക് പോകുന്നവർ അള്ളാഹിൻ്റെ ഗസ്റ്റാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിളിക്കുത്തരം നൽകി ആ വിളി കേട്ട് പോകാൻ ഭാഗ്യം ലഭിച്ച ഗസ്റ്റുകളാണ് ആര്? ഇപ്പോൾ ഇവിടുത്തെ സുൽത്താൻ ഗസ്റ്റായിട്ട് ക്ഷണിച്ച് എന്തായിരിക്കും സന്തോഷം അല്ലേ? സുൽത്താൻ ഈ വർഷം കുറച്ചൊരു 100-10,000 ആൾക്കാരെ ഒരു ഗസ്റ്റുകളായിട്ട് ക്ഷണിക്കുന്നുണ്ട് പാലസിലേക്ക്. അങ്ങനെ ലിസ്റ്റിട്ട കൂട്ടത്തിൽ നമ്മളെ പേര് വന്നാൽ എന്തായിരിക്കും സന്തോഷം അല്ലേ? ആ പേര് വന്നുള്ളൊരു പോസ്റ്റും കൂടി ഉണ്ടെങ്കിൽ സ്റ്റാറ്റസ് ചിലപ്പോൾ പോകുന്നവരെ തന്നെ ആയിരിക്കും. എന്നിട്ട് അവിടെ പോയി നിൽക്കാനൊരു ഭാഗ്യം ലഭിച്ചാലോ, കൊട്ടാരത്തിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ചാലോ അല്ലേ? ഇത് അള്ളാഹുവിൻ്റെ ഗസ്റ്റായി പോകാൻ ഭാഗ്യം ലഭിക്കുക എന്നതാണ്, അവിടേക്ക് പോകാൻ അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നാൽ നേരത്തെ പറഞ്ഞ കഅബാലയത്തെക്കുറിച്ച് പറഞ്ഞു, അവിടെ സൊഫയുണ്ട്, മർവയുണ്ട്, മഖാം ഇബ്രാഹിമുണ്ട്, മുസ്ദലിഫയും, അങ്ങനെ എല്ലാം ഉണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ, അതിനോടൊക്കെ ഒരു പ്രത്യേകമായ ഒരു ആത്മബന്ധമുണ്ടാകണം, ഒരു സ്നേഹമുണ്ടാകണം. ഇതൊരു കഅബല്ലേ, ഇതൊരു മുസ്ദലിഫല്ലേ, അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക, പിന്നെ ഹജറുൽ അസ്വദ് അല്ലേ, മഖാം, അതൊക്കെ ഇങ്ങനെ കണ്ടുപോകാം അല്ല, അതിനോടൊക്കെ ഒരു സ്നേഹം ഉണ്ടാവണം, ഒരു ബന്ധം ഉണ്ടാകണം. അതാണ് ആർക്കേ കഴിയുള്ളൂ. മിൻ തഖ്വൽ ഖുലൂബ് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിൻ്റെ തഖ്വയുടെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ ഷിആറുകളെ സ്നേഹിക്കുക, അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ സ്നേഹിക്കുക ഒക്കെ തഖ്വയുടെ അടയാളമാണ് എന്ന് പറയാണ്. ഞാൻ ഉംറ കൂടുതൽ പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഉംറ ഞാൻ പോയിക്കോട്ടെ. ഓക്കെ, സൂചിപ്പിക്കാൻ 4 കാര്യങ്ങളാണ് ഉംറ എന്ന് പറഞ്ഞാൽ. ഒന്ന് കണ്ടോ, 4 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട്. ചിലപ്പോൾ കേൾക്കും ഇതിൽ അവിടെ വന്നാൽ എനിക്ക് തോന്നുന്നു ഇതാണ്ടായിരിക്കും ചിലപ്പോൾ. കണ്ടോ, എപ്പോഴും നോക്കാം, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ്. ഒരു ഉംറ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. മുസ്ലിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട കർമ്മമാണ് ഹജ്ജ് ഉംറയും. നിങ്ങൾ ഹജ്ജ് ഉംറയും ഒന്നിച്ച് ചെയ്യുക. അവ രണ്ടും ഇരുമ്പിൻ്റെ കീടം നീക്കുന്നത് പോലെ ദാരിദ്ര്യവും പാപവും നീക്കം ചെയ്യപ്പെടും. ഹദീസുകളാണിത്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ, അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് സംസാരിച്ച പ്രവാചകൻ്റെ വാക്കാണിത്. നമ്മൾ ഉംറക്കും ഹജ്ജിനൊക്കെ പോകണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം. പൈസ നഷ്ടപ്പെടും എന്നല്ല പറഞ്ഞത്, ദാരിദ്ര്യം ഇല്ലാതെയാക്കപ്പെടും എന്നതാണ്. നോക്ക് നിങ്ങൾ, ഉംറ എന്നൊക്കെ പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഉംറക്ക് ചെയ്യേണ്ടത്. ഒന്നെന്താണ്? മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യണം. മറ്റൊന്ന് കഅബാലയത്തെ തവാഫ് ചെയ്യണം. 3 സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യണം. 4 മുടി നീക്കം ചെയ്യണം. ഇത് 4ആണ് പ്രധാനപ്പെട്ട വിഷയം ഉംറയിൽ. ഇത് രണ്ടും, ഒന്ന് മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിസ്കരിക്കണം, സംസം കുടിക്കണം. ഇത്രയും കാര്യങ്ങളുള്ളൂ എന്തിൽ? ഉംറയിൽ. എന്ന് പറഞ്ഞാൽ ആ ഹറമിൻ്റെ മസ്ജിദുൽ ഹറമുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് മാത്രമേ എന്തുള്ളൂ? ഉംറയുള്ളൂ. ഉംറയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, ഇത് ഉംറക്ക് മാത്രമല്ല കേട്ടോ, ഹജ്ജിനായാലും ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം? കുളിച്ച് പുരുഷന്മാരെന്ത് ചെയ്യണം? ദേഹത്ത് സുഗന്ധം പൂശണം. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ജാബിർക്കാർക്ക് തോന്നുന്നത് എനിക്ക് ക്ലാസ് എടുത്താൽ മതിയായിരുന്നു അല്ലേ ജാബിർക്ക? എന്തായാലും ഞാൻ കുറച്ച് നേരം പറയാം. അപ്പോൾ പുരുഷന്മാർ ദേഹത്താണ് സുഗന്ധം പൂശേണ്ടത്, വസ്ത്രത്തിലല്ല കേട്ടോ. വസ്ത്രത്തിലല്ല, ദേഹത്തിലാണ് എന്ത് ചെയ്യേണ്ടത്. സ്ത്രീകൾക്കത് പാടില്ല. സാധാരണ പറയാറുണ്ടല്ലോ സ്ത്രീകൾക്കത്
പാടില്ല. പുരുഷന്മാർക്ക് ദേഹത്തിലാണ്, അവരുടെ ബോഡിയിലാണ് സുഗന്ധം പൂശേണ്ടത്. ഹജ്ജിന് വേണ്ടി, ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ഇഹ്റാമിന് പോകുമ്പോൾ 3 രീതിയിലാണ് നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. ഒന്ന് ഇഫ്രാദ്, മറ്റൊന്ന് ഖിറാൻ, മറ്റൊന്ന് തമത്തു എന്ന് പറയും. ഇത് പെട്ടെന്നൊന്നും ഇങ്ങനെ മനസ്സിലാക്കി പോകാൻ വേണ്ടി പറയുന്നുള്ളൂ കേട്ടോ. ഇതൊന്നിപ്പോൾ ബൈഹാട്ടാക്കിയില്ല എന്ന് എനിക്കറിയാം, എന്നാലും മനസ്സിലാക്കാൻ. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വേണ്ടി മാത്രം ഇഹ്റാം കെട്ടാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില ലാസ്റ്റ് ഡേ 7-ാം തീയതി അവിടെ എത്തിയിട്ട്, അല്ലെങ്കിൽ 8ൻ്റെ അന്ന് അവിടെ എത്തിയിട്ട് ഹജ്ജിന് വേണ്ടിയിട്ടൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തിരിച്ചു വരുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടിയാണ് ഇഫ്രാദ്, ഹജ്ജിന് വേണ്ടി മാത്രം ഇഹ്റാം കെട്ടുന്നത്. മറ്റൊന്ന് ഖിറാനാണ്, ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ഒരുമിച്ച് ഇഹ്റാം ചെയ്യുക. ഹജ്ജിൻ്റെ ദിവസം വരെ ഇഹ്റാമിൽ തന്നെ നിൽക്കണം. എപ്പോൾ പോയാലും ഉംറ കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പാടില്ല, തഹല്ലുലാവാൻ പാടില്ല. അവൻ ഇഹ്റാമിൽ തന്നെയാണ്. ഹജ്ജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അത് കുറച്ച് പ്രയാസം ഉണ്ടാവും. ആർക്ക്? കുറച്ച് ദിവസം അവിടെ കൂടുതൽ നിൽക്കുന്നവർക്ക്. മറ്റൊന്നാണ് തമത്തു എന്ന് പറഞ്ഞാൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് ഉംറയുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കി ഇഹ്റാമിൽ നിന്ന് ഒഴിവാവുക. പിന്നീട് മക്കയിലെ താമസ സ്ഥലത്ത് നിന്ന് മിനയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി ഹജ്ജിന് ഇഹ്റാം ചെയ്യുക. ഇതാരും സാധാരണ എല്ലാവരും ചെയ്യാം. ഈ 3ാമത്തെ കാര്യം തമത്തു ആയ രീതി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഉംറക്കാണ്. അപ്പോൾ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്നാണ് പറയുക. അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. പിന്നീട് നമ്മൾ ഉംറയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുടിയെടുക്കും, അതോടുകൂടി തഹല്ലുലായി. പിന്നീട് മക്കയിൽ നമ്മുടെ ഹറമിൻ്റെ, നമ്മുടെ ഹോട്ടലിൽ എന്ത് ചെയ്യും, നമ്മൾ താമസിക്കും. ദുൽഹിജ്ജ 8ൻ്റെ അന്ന് അല്ലെങ്കിൽ 7ൻ്റെ അന്ന് വൈകുന്നേരമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്നും ഇഹ്റാം കെട്ടി മിനയിലേക്ക് പോകും. വേണ്ട, ഹജ്ജിനാണ് ഈ പറഞ്ഞ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രൂപമാണ് നമ്മൾ സ്വീകരിക്കുക. തമത്തു ആയ രീതി സാധാരണ ആളുകളൊക്കെ സ്വീകരിക്കുക. ഏറ്റവും ലാസ്റ്റ് ടൈമിൽ പോകുന്ന ആളുകൾക്ക് മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ തമത്തു എന്ന് പറഞ്ഞാൽ ഉംറയ്ക്ക് വേണ്ടി ആദ്യം ഇഹ്റാം കെട്ടി ഉംറ കഴിഞ്ഞ് പിന്നെ അവിടെ താമസിച്ച് മിനയിലേക്ക് പോകുന്നത് എപ്പോഴാണോ അതിന് മുമ്പ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജിന് വേണ്ടി അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, നേരത്തെ ഉംറത്തൻ, ഇപ്പോൾ ഹജ്ജ് എന്ന് പറയണം. എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്നാണ് ഇഹ്റാം കെട്ടി മിനയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ 3ാമത്തെ രീതിയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. നമ്മൾ മീഖാത്തിൽ ഈ കാര്യങ്ങളാണ് ചെയ്യുക. ഈ കാര്യങ്ങളാണ് ഇഹ്റാമിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ബൈ റോഡ് പോവുകയാണെങ്കിൽ ഇതൊക്കെ മീഖാത്തി വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ ഇതൊന്നും മീഖാത്തി വെച്ച് ചെയ്യാൻ പറ്റില്ല. ആകെ മീഖാത്തി വെച്ച് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ്? നിയ്യത്ത് മാത്രം ഫ്ലൈറ്റിന് പോകുമ്പോൾ. മറ്റതൊക്കെ നമ്മൾ നേരത്തെ ചെയ്യണം. കുളി, വുളു, ഇഹ്റാം വസ്ത്രം, നമസ്കാരം ഒക്കെ നേരത്തെ ചെയ്തു വെക്കണം. അതിലിപ്പോൾ കുളി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. ഇപ്പോൾ എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് കുളിക്കാം. സാധാരണ ഡ്രസ്സിൽ എയർപോർട്ടിൽ പോയി അവിടെ ചെന്നാൽ എയർപോർട്ടിൽ എന്തുണ്ട്, സൗകര്യമുണ്ട്. നമുക്ക് ഇഹ്റാമിൻ്റെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റൂമിൽ നിന്ന് തന്നെ എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇഹ്റാമിൻ്റെ അതേ ഡ്രസ്സ് സ്വീകരിച്ച് പോവാം. അവിടെ ചെന്നിട്ട് മാറ്റാൻ നിൽക്കണ്ട. പുരുഷന്മാർക്ക്, നിങ്ങളെൻ്റെ ഒപ്പില്ലേ? പുരുഷന്മാർക്ക് അവിടെ പോയി പിന്നെ എയർപോർട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഇഹ്റാമിൻ്റെ ഡ്രസ്സ് മാറി അവിടെ തന്നെ പള്ളിയുണ്ട്, അവിടെ 2 റക്അത്ത് നിസ്കരിക്കാം. ആ നിസ്കാരം എന്തല്ല, ഇഹ്റാമിന് വേണ്ടിയുള്ള നിസ്കാരമല്ല. നമ്മളേതായാലും വുദു എടുക്കുകയാണ്, അല്ലെങ്കിൽ പള്ളിയിൽ കയറുമ്പോൾ ഒരു തഹിയ്യത്ത് എന്നുള്ള രൂപത്തിൽ നമസ്കരിക്കാം. അവിടെ വെച്ച് നെയ്യത്ത് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ട് ആൾ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല. എവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുള്ളൂ? മീഖാത്തിൽ വെച്ചാണ്. മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഉംറ ചെയ്യുന്നത് എങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ അൻ എന്ന് പറഞ്ഞിട്ട് ആരാണോ, ഉമ്മയാണെങ്കിൽ ഉമ്മി, അബി, അല്ലെങ്കിൽ അങ്ങനെ ആരാണോ അവർക്ക് വേണ്ടി ആ രൂപത്തിലാണ് നെയ്യത്ത് വെക്കേണ്ടത്. ഉംറ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയാണെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ, മറ്റൊരാൾക്ക് വേണ്ടിയാണെങ്കിൽ അൻ ചേർത്തിട്ട് ആർക്കാണോ അവരുടെ കൂടി പറയാം. അങ്ങനെ തന്നെ വീട്ടിൽ വെച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ പറഞ്ഞു ഞാൻ, കുളി, സ്ത്രീകൾ ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ വീട്ടിൽ വെച്ച് തന്നെ കേട്ടോ. എയർപോർട്ടിൽ വെച്ച് പുരുഷന്മാർ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക, വുദു, അത് നിസ്കാരം തഹിയ്യത്ത് അല്ലെങ്കിൽ വുദുവിൻ്റെ 2 റക്അത്ത് നമസ്കാരം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വീട്ടിൽ വെച്ച് കുളിക്കണം, സാധാരണ ഡ്രസ്സ് ധരിച്ച്, വേണമെങ്കിൽ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ച് പോകട്ടോ. എയർപോർട്ടിൽ തന്നെ വീട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ഇഹ്റാമിൻ്റെ ഡ്രസ്സൊക്കെ ധരിച്ച് പോകാം. അതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ. അവിടെ ചെന്നിട്ട് മാറ്റാൻ നിൽക്കേണ്ടതില്ല. അങ്ങനെ അഥവാ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെങ്കിൽ അവിടെ അതിനുള്ള സൗകര്യമുണ്ട് എന്നർത്ഥം. സൗകര്യം എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രത്യേക സൗകര്യമൊന്നുമില്ല, നമ്മളെന്ത് ചെയ്യാണ്, ആ കെയറിങ് ആയിട്ട് സൗകര്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് റെഡിയാകുമ്പോൾ എന്ത് ചെയ്താൽ മതി, പോകാൻ. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം.
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് തന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് അവർക്ക് എന്തില്ല, പ്രത്യേക ഡ്രസ്സൊന്നുമില്ലല്ലോ, മുഖം മറക്കാൻ പാടില്ല എന്നേ ഉള്ളവർക്ക് എയർപോർട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. ശരി, മീക്കാത്തിൽ വെച്ച് ഫ്ലൈറ്റിൽ അനൗൺസ്മെൻറ്റ് വരും. അപ്പോഴാണ് നമ്മൾ എന്ത് പറയേണ്ടത്? അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് കേട്ടോ. അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. ഫ്ലൈറ്റിൽ അനൗൺസ്മെൻറ്റ് വരും, ഉറങ്ങാൻ പാടില്ല. കുറച്ച് മുമ്പേ ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ചെറിയൊരു റിമൈൻഡർ തരും. കുറച്ചും കൂടെ കഴിയുമ്പോൾ സമയമായി 5 മിനിറ്റും കൂടി എന്നുള്ള രൂപത്തിൽ പറയുമ്പോൾ തന്നെ ആളുകളൊക്കെ പറയും എന്ത്, ഇത് പറഞ്ഞ് കേൾക്കുക, അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്ന് പറഞ്ഞ് കേൾക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പറയാം. ഉറങ്ങിപ്പോയാൽ രണ്ടാമത് തിരിച്ചു വരേണ്ടി വരും കേട്ടോ. തൊട്ടടുത്തുള്ളവരൊക്കെ പരസ്പരം ഉണർത്തണം. ഇതുവരെ ഓക്കെ അല്ലേ? ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിക്കുമ്പോൾ അപ്പം തന്നെ ചില ആളുകൾ കാണാം ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ച് എയർപോർട്ടിൽ നിന്ന് തന്നെ ഈ ഷോൾഡറൊക്കെ ഒഴിവാക്കിയിട്ട് പോകുന്ന കാണാം. അതില്ല, അത് ഒഴിവാക്കേണ്ട സ്ഥലമുണ്ട്, അവിടെ മാത്രമേ ഒഴിവാക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുഴുവൻ പുതച്ചും ഉടുത്തിട്ടുമാണ്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഡ്രസ്സും പാടില്ല, അടിവസ്ത്രങ്ങളൊന്നും പാടില്ല. ഒന്നുടുക്കാൻ മറ്റൊന്ന് പുതക്കാൻ. സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും മാത്രം മറക്കാൻ പാടില്ല, ബാക്കി എല്ലാ വസ്ത്രങ്ങളും അവർക്ക് ആകാവുന്നതാണ്. കുട്ടികളുണ്ടെങ്കിൽ പ്രശ്നമില്ല, അവർക്ക് പറ്റുമെങ്കിൽ, നമ്മളിപ്പം കുട്ടികളൊന്നും ഇല്ലല്ലോ, കുട്ടികളുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, അവർക്ക് ചെറിയ ആൺകുട്ടികളാണെങ്കിൽ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിപ്പിക്കാം. ഇപ്പം ആൺകുട്ടികൾ ചെറുതാണെങ്കിൽ ഇതേപോലെ ഉള്ള ഡ്രസ്സായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടോ, അതേപോലെ ധരിക്കാനായിട്ടില്ല എന്നർത്ഥം. അയറ്റത്ത് കണ്ടോ ഒരാൾ, അതുപോലെ ചെയ്യരുത്. ഇതുപോലെ ആയിരിക്കണം, മുഴുവൻ മറച്ചിട്ടായിരിക്കണം ഡ്രസ്സ് ധരിക്കേണ്ടത്. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രവേശിക്കുന്നതിന് മുമ്പേ ചെയ്യേണ്ടതാണ് നഖം മുറിക്കലും മുടി നീക്കം ചെയ്യലൊക്കെ. മുടി നിർദ്ദേശിച്ച് എന്തിനാ അത്? അങ്ങനത്തെ ഒരു രീതി കാണുന്നില്ല, എനിക്കറിയില്ല. സാധാരണ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്ന് പറഞ്ഞാൽ ഖസറാക്കുന്നിടത്തൊന്നും സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല. ഇപ്പോൾ മിനയിൽ ഞാൻ കുറച്ച് പറയാൻ വിചാരിച്ചിട്ടുണ്ട്, മറന്നു പോകണ്ട, ഇപ്പോൾ പറയാണ്. മിനയിൽ വെച്ചിട്ട് എന്ത് പാടില്ല? റവാത്തിബ് ഒന്നും പാടില്ല. കുറേ സമയം കിട്ടും നമുക്ക് അവിടെ, കൂടുതൽ നിസ്കരിച്ചൂടെ? പറ്റൂല. മിനയിൽ വെച്ചിട്ട് ഒന്നും പാടില്ല. എല്ലാ നിസ്കാരങ്ങളും മിനയിൽ താമസിക്കുന്ന കാലം അത്രയും എല്ലാ നിസ്കാരങ്ങളും കസറാക്കി നിസ്കരിക്കണം. അപ്പോൾ യാത്രയിൽ സുന്നത്ത് നിസ്കാരങ്ങളൊന്നും വേറെ ഇല്ല കേട്ടോ. നഖം മുറിക്കൽ മുടി നീക്കം ചെയ്യലൊന്നും പിന്നെ പാടില്ല, മനസ്സിലായോ? സുഗന്ധം ഉപയോഗിക്കൽ, ഇതെപ്പോൾ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ചെയ്തു, എന്നിട്ടാണ് കുളിച്ച് ഡ്രസ്സ് ധരിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചത്. തുന്നിച്ചേർത്ത വസ്ത്രം ധരിക്കൽ, ഈ ഡ്രസ്സ് പിന്നെ മാറ്റാൻ പാടില്ല. ഇത് മാറ്റിയാൽ ഇതേപോലത്തെ വേറെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതല്ലാതെ റൂമിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച് തലമുടിയൊക്കെ മൂടിപ്പോച്ച് കിടന്ന് അതേപോലെ തന്നെ പാനും ഷർട്ടൊക്കെ ഇട്ട് അത് പറ്റില്ല. ആ ഡ്രസ്സിൽ തന്നെ ആയിരിക്കണം. പുരുഷന്മാർ തലമറക്കൽ, സ്ത്രീകൾ മുഖവും മുൻകൈയും മറക്കൽ, വിവാഹ അന്വേഷണം, ബന്ധം, ഭാര്യ ഭർത്തൃ ബന്ധം, അനാവശ്യ സംസാരം, തർക്കങ്ങൾ, ഇതൊന്നും പാടില്ല കേട്ടോ. ഞാൻ സാധാരണ തമാശ രൂപത്തിൽ പറയാറുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വിവാഹ അന്വേഷണം നടത്തൊന്നുമില്ല, പക്ഷെ നമ്മളിങ്ങനെ ഇഹ്റാമിലൊക്കെ കെട്ടി, പ്രത്യേകിച്ച് ജിദ്ദയിൽ നിന്ന് അവിടം വരെ ബസ്സിലൊക്കെ ആയിരിക്കും പോവുക. അപ്പോൾ കിട്ടിയ സീറ്റ് എവിടെയാണ് അവിടെ ഇരിക്കും. അപ്പോഴാണ് ആരിലൊക്കെ പരിചയപ്പെടും. അപ്പോൾ പരസ്പരം പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്കൊരു എനിക്കൊരു, അപ്പോൾ ചിലപ്പോൾ എങ്ങാനും അറിയാണ്ട് പറയണ്ടെന്ന്, നമുക്കൊന്ന് ആലോചിച്ചുകൂടെ എന്ന് പറയണ്ട കേട്ടോ. അതതിന് ശേഷമേ പറയാൻ പാടുള്ളൂ എന്നർത്ഥം. ഇതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. അനുവദിക്കപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുട ഉപയോഗിക്കാം, വസ്ത്രം നമുക്ക് മാറ്റാം. എന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീകൾക്ക് ഇത് ബാധകമല്ല കേട്ടോ. വസ്ത്രം മാറ്റിയാൽ ഏത് ഡ്രസ്സും മാറ്റാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ പുരുഷന്മാർക്ക് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് മാറ്റിയാൽ അതേപോലെ തന്നെ ധരിക്കണം. വേറെ എന്താ പറയുക, അടിവസ്ത്രങ്ങളോ പാൻറ്റോ ഷർട്ടോ ഒന്നും പാടില്ല. കുളിക്കാം, സോപ്പ് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. സുഗന്ധം അതില്ലായിരിക്കണം നല്ലത്. വുളു പുതുക്കാം, ബെൽറ്റ് ചെരുപ്പൊക്കെ ധരിക്കാം. ബെൽറ്റ് എന്തായാലും വേണം പുരുഷന്മാർ. വിശ്രമിക്കാം, എത്ര സമയം വേണം വിശ്രമിക്കാം. ചെന്നപ്പം തന്നെ ഉംറക്ക് പോകണമെന്നൊന്നുമില്ല. നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ, പക്ഷെ എന്തിനാ? നമ്മൾ ഇഹ്റാമിലാണ്. ഇഹ്റാം നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ പോയി രണ്ടാമത് ഇഹ്റാം കെട്ടി പോരണം.
കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിന് വേറെ ഫിദിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയ ദിക്ർ എന്താണ്? തൽബിയത്താണ്. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദിക്ർ തൽബിയത്താണ്. അസ്സലാമു. സ്ത്രീകൾ അവർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിലും പുരുഷന്മാർ ഉച്ചത്തിലും എന്ത് ചെയ്യണം? തൽബിയത്ത് ചൊല്ലണം. കേട്ടോ, തൽബിയത്ത് ചൊല്ലേണ്ടത് പുരുഷന്മാർ ഉച്ചത്തിലും സ്ത്രീകൾ അവർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിലുമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു ഉറക്കെ തൽബിയത്ത് ചൊല്ലാൻ. അങ്ങോട്ടിരിക്കുക, അവിടെ സീറ്റ് ഉണ്ടല്ലോ, കുറച്ച് മാറിയിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്തൊക്കെ തൽബിയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എയർപോർട്ടിൽ തൽബിയത്ത് ചൊല്ലണം. എപ്പോഴൊക്കെ സമയം കിട്ടിയോ, ചിലപ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഹജ്ജിനൊക്കെ നമ്മൾ പോകണത് ഭയങ്കര തിരക്കായിരിക്കും. ചിലപ്പോൾ ജിദ്ദ എയർപോർട്ടിൽ പോയ ആളുകൾക്കറിയാം, സാധാ ഒരുപക്ഷെ അള്ളാൻ്റെ പരീക്ഷണമാവും അത്. വേറെ ഏത് എയർപോർട്ടിൽ പോയാലും ഒരു പക്ഷേ ഇല്ലാത്ത തിരക്കും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമീപനമൊക്കെ കാണുമ്പോൾ മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ട് എന്ത് വരും? ഒരു ദേഷ്യം വരും. നമുക്കുണ്ടല്ലോ അത്. പക്ഷേ അതവിടെ വരണ്ട. കാരണം നേരത്തെ പറഞ്ഞില്ലേ, ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അതൊന്നും പാടില്ല. അതല്ലാണ്ട് പരീക്ഷണമാവുള്ളൂ. അങ്ങനെ സമയം കിട്ടിയാൽ നമ്മൾ എന്ത് വിചാരിച്ചാൽ മതി? എനിക്കൊരു 2 തൽബിയത്ത് എല്ലാം കൂടുതൽ അള്ളാഹു സമയം തന്നാണ് അല്ലേ? അള്ളാഹു ഒരു പക്ഷേ എന്നെക്കൊണ്ട് 150 തൽബിയത്ത് ചൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. എനിക്ക് കുറേ സമയം ഫ്രീ ആക്കി കിട്ടി, വേഗം അങ്ങോട്ട് പോയാൽ ഞാൻ എത്ര ചെല്ലുള്ളൂ? ഞാൻ 140 ചെല്ലുള്ളൂ, 10 ബാക്കിയുണ്ട്. അപ്പോൾ അവിടെ അള്ളാഹു കുറച്ച് എന്ത് ചെയ്യും? ഒരു തിരക്ക് വരും. അപ്പോൾ ആ തിരക്ക് വരുമ്പോൾ ഞാൻ 10 കൂടി കൂടുതൽ എന്ത് ചെയ്യും? ചൊല്ലും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയാലൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട. നമ്മൾ ഏതായാലും ഇതിനു വേണ്ടി ഇഹ്റാം കിട്ടിയല്ലോ, പിന്നെ എത്ര തിരക്കായാലും അതൊന്നും പ്രശ്നമല്ല. അവിടെ ചെന്ന് എയർപോർട്ടിലിരിക്കുമ്പോഴും, എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും, ബസ്സിൽ പോകുമ്പോഴും, റൂമിൽ ചെന്നാലും, തിരിച്ചു വരുമ്പോഴും ഒക്കെ തൽബിയത്ത് ചൊല്ലണം. ഒന്ന് ചൊല്ലിയൊക്കെ എല്ലാവരും തൽബിയത്ത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. എന്താ ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ? നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകി എത്തിയിരിക്കുന്നു. നേരത്തെ വിളിച്ചില്ലേ, ആ വിളിക്കിതാ ഉത്തരം നൽകി ഞാനിവിടെ എത്തിയിരിക്കുന്നു. അതാണ് ലബ്ബൈക്ക്. മനസ്സിലായോ? ഞാൻ ഇതിൻ്റെ അർത്ഥമൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഇത് ഏതുവരെ ചൊല്ലണം? നമ്മളിപ്പോൾ നമ്മളെ റൂമിലേക്ക് പോയി, റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെൻ്റെ ഒപ്പം ഉണ്ടല്ലോ അല്ലേ? റൂമിലെത്തി, റൂമിൽ നിന്ന് നമ്മൾ റെസ്റ്റ് എടുത്ത് ഭക്ഷണം കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ എവിടേക്കാണ് പോണത്? മസ്ജിദുൽ ഹറമിലേക്ക് പോവാണ്. മസ്ജിദുൽ ഹറമിൻ്റെ പ്രത്യേകത, ഒരു റക്അത്തിന് 1,00,000 റക്അത്തിൻ്റെ പ്രതിഫലമാണ്. ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിൻ്റെ പ്രതിഫലമാണ്. അതിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇറങ്ങുമ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട്. ഇതാ പള്ളിക്ക് മാത്രമല്ല, എല്ലാ പള്ളിക്കും. അല്ലാഹു മുഫ്തഹ് ലി അബ്വാബ റഹ്മത്തിക. തിരിച്ചിറങ്ങുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അവിടെ ആകുമ്പോൾ അതിൻ്റെ കൂലി കൂടുതൽ കിട്ടും കേട്ടോ. ഈ കഅബയുടെ മുറ്റത്ത് എത്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ മത്താഫിൽ എത്തുന്നത് വരെ തൽബിയത്ത് ചൊല്ലണം. കഅബ കാണുന്നത് വരെ, ഈ കഅബ ഉണ്ടല്ലോ, ഇത് കാണുന്നത് വരെ തൽബിയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ കണ്ടോ, അപ്പോൾ ഒക്കെ ഇങ്ങനെ തൽബിയത്ത് ചൊല്ലണം. പക്ഷേ ആ കഅബ ഇങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യണം? ആ കഅബ കണ്ടപ്പോൾ തൽബിയത്ത് നിർത്തി. കണ്ടോ? അപ്പോൾ അതുപോലെ കാണുന്നത് വരെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കണം പോകേണ്ടത്. ഇതാണ് മത്താഫ്. മത്താഫ് എന്ന് പറഞ്ഞാൽ തവാഫ് ചെയ്യുന്ന സ്ഥലം. അവിടെ നമ്മൾ തവാഫിൻ്റെ തുടക്കം. അപ്പോഴാണ് പുരുഷന്മാരെന്ത് ചെയ്യേണ്ടത്? ഡ്രസ്സ് ഇതുപോലെ ഈ വലത് ഷോൾഡർ ഒഴിവാക്കിയിട്ട് ഡ്രസ്സ് ധരിക്കേണ്ടത്. നമ്മളടുത്ത ഡ്രസ്സ് ഉണ്ടല്ലോ അല്ലേ? പറഞ്ഞാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് മാറ്റി വെക്കും. നമ്മൾ സാധാരണ ഡ്രസ്സ് ധരിക്കുമ്പോൾ ഇങ്ങനെയാണ് ധരിക്കുക.
ഇങ്ങനെയാണ് ധരിക്കുക നമ്മൾ. അത് ഇനി എന്ത് ചെയ്യണം? തവാഫിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ ധരിക്കണം. ഈ ഭാഗം ഒഴിവാക്കണം. മനസ്സിലായോ? തവാഫ് ആരംഭിക്കുമ്പോൾ സ്ത്രീകൾക്ക് ബാധകമല്ലേ, അവർക്ക് സാധാരണ ഡ്രസ്സ് തന്നെ. പുരുഷന്മാർ ഇതുപോലെ ധരിക്കണം. മനസ്സിലായല്ലോ? അത് ഒഴിവായിക്കോട്ടെ. ഓക്കെ. തവാഫിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഹജറുൽ അസ്വദ്, ഇതാണ് മക്കാമു ഇബ്രാഹിം, ഇത് ഹിജ്ർ ഇസ്മായിൽ, ഇത് റുക്കുനുൽ യമാനി. ഇതിൻ്റെ പിന്നിലൊക്കെ കുറേ ചരിത്രങ്ങളുണ്ട്, ക്ലാസ്സിലൊക്കെ കേൾക്കാൻ പറ്റും നിങ്ങൾക്ക് പിന്നീട്. തവാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മത്താഫിലേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ പെട്ടെന്ന് ഹജറുൽ അസ്വദ് കണ്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു അടയാളമുണ്ട് അവിടെ. ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ട് അവിടെ അല്ലേ? ആ മസ്ജിദുൽ ഹറമിൻ്റെ ഒരു ചുമരിങ്ങനെ നോക്കിയാൽ മതി 4 ഭാഗത്തേക്കും, അപ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഡയറക്ഷനിലാണ് എന്തുള്ളത്? ഹജറുൽ അസ്വദ് ഉള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ തവാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കഴിയുമെങ്കിൽ അതിനെ ചുംബിക്കുക. അതെന്തായാലും പറ്റൂലെങ്കിൽ വലത് കൈ കൊണ്ട് തൊട്ട് ആ കൈ എന്ത് ചെയ്യുക? അതിനും സാധിക്കൂല. മൂന്നാമത്തേത് ഹജറുൽ അസ്വദിന് നേരെ തിരിഞ്ഞ് കൈ കൊണ്ട് വലത് കൈ കൊണ്ട് ആംഗ്യം കാണിക്കുക. അപ്പോൾ നമ്മൾ പറയേണ്ട വാക്കെന്താണ്? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അപ്പോൾ തവാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം വലത് ഷോൾഡർ ഒഴിവാക്കി ഡ്രസ്സ് മാറ്റി, അതിനുശേഷം ഹജറുൽ അസ്വദിൻ്റെ അവിടെ വന്നു, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. എന്നിട്ട് അവിടെ നിന്ന് തവാഫ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇപ്പുറത്ത് കൂടെ വന്ന് ഈ മൂലേൻ്റെ പേരാണെന്ത്? റുക്കുനുൽ യമാനി. അതൊക്കെ പിന്നീട് നമുക്ക് പറയാം. ഈ റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ ഒരു ദുആയുണ്ട്. അതേതാ? ഒന്ന് ചൊല്ലി എല്ലാവരും. അപ്പോൾ ഉംറയിൽ ഇതുവരെ പഠിച്ചതിൽ ഒന്നെന്ത് പഠിച്ചു? തൽബിയത്ത് പഠിച്ചു, മറ്റൊന്ന് ഇതും പഠിച്ചു. നിസ്കാരമാണെങ്കിൽ തുടക്കത്തിൽ തന്നെ വലിയൊരു പ്രാർത്ഥന ഉണ്ട് അല്ലേ? ഇതിലൊന്നുമില്ല. കണ്ടോ? ഇതെല്ലാവർക്കും ബൈഹാട്ടുമാണ്. ഇവിടെ മുതൽ ഇവിടെ വരെ എന്ത് ചെയ്യണം? വേറെ ഒരു പ്രാർത്ഥനയില്ല. അതേ സമയത്ത് ഇവിടെ മുതൽ അവിടം വരെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ദുആ ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളതൊക്കെ പ്രാർത്ഥിക്കാം, സ്വലാത്ത് ചൊല്ലാം, ദിക്ർ ചൊല്ലാം, ദുആ ചെയ്യാം, ഖുർആൻ ഓതാം, നമുക്ക് ഹിഫ്ളുള്ളതൊക്കെ അതൊക്കെ ആവണം. പ്രത്യേകിച്ച് ഇന്നതെന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് അവിടെ. പരമാവധി ദുആ ചെയ്യണം. പക്ഷേ റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ എന്തേ പാടുള്ളൂ? ഇത് മാത്രമേ പാടുള്ളൂ, വേറെ ഒന്നും പാടില്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭാഗം ഉറുക്കണം. നല്ല തിരക്കുണ്ടാവും. അപ്പോൾ തിരക്കാണുമ്പോൾ നമുക്കൊരു രീതി ഉണ്ടല്ലോ, തിരക്ക് ഒഴിവായ ഭാഗത്ത് കൂടെ വേഗം ഇങ്ങനെ അങ്ങോട്ട് ഓടൽ. അതെന്ത് ചെയ്യരുത്? നിൽക്കരുത്. നമ്മളങ്ങനെ തന്നെ പോയാൽ മതി. കാരണം അള്ളാഹു നമ്മളെ കൊണ്ട് എത്ര പ്രാവശ്യം ചെല്ലിക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും? പറഞ്ഞതിനേക്ക് എത്തിക്കേണ്ട അവിടേക്ക്. അതിന് അള്ളാഹു തിരക്കെന്നായിരിക്കും. മനസ്സിലായോ? വേഗം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പോകാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ തിരക്ക് കിട്ടിയതൊരു അനുഗ്രഹമായിട്ട് കാണാം. അത്രയേ ഉള്ളൂ. ഇവിടെ വരെ ക്ലിയർ അല്ലേ? അങ്ങനെ ഇവിടെ എത്തിയാൽ വീണ്ടും ഈ ഹജറുൽ അസ്വദിനെ നേരെ കൈ ഉയർത്തി ബിസ്മില്ലാ അല്ലാഹു അക്ബർ. വീണ്ടും പോയി തിരിച്ച് റുക്കുനുൽ യമാനി മുതൽ അവിടെ വരെ റബ്ബനാ ആതിനാ, വീണ്ടും ബിസ്മില്ലാ അല്ലാഹു അക്ബർ. അങ്ങനെ 7 തവണ എന്ത് ചെയ്യണം? തവാഫ് ചെയ്യണം. 7 തവണ തവാഫ് ചെയ്യണം. കണ്ടോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. ഇവിടെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് റുക്കുനുൽ യമാനി എന്ന് പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ. റുക്കുനുൽ യമാനി അവിടെ തൊടാൻ പറ്റിയാൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് തൊടാം, അല്ലെങ്കിലോ ഒന്നും ചെയ്യണ്ട. ഹജ്ജിൻ്റെ സമയത്തും തൊടാൻ പറ്റുന്നില്ല ഒരു പക്ഷേ. അങ്ങനെ തൊടാൻ പറ്റിയാൽ എന്ത് പറഞ്ഞാൽ മതി? ബിസ്മില്ലാ. അല്ലെങ്കിൽ ഒന്നും കൈ ഉയർത്താനോ വേറെ ചെല്ലാനൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെ തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ 7 റൗണ്ടോടെ തവാഫ് പൂർത്തിയാവുമല്ലോ. പിന്നെ ആദ്യം ചെയ്യേണ്ട എന്താണ്? ആ ഡ്രസ്സ് ശരിക്കിടലാണ്. ആ ഡ്രസ്സിൻ്റെ പിന്നിലൊക്കെ ഒരു ചരിത്രം ഉണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഹുദൈബിയ സന്ധിക്ക് വന്നല്ലോ. ഹുദൈബിയ സന്ധി സംഭവം അറിയാലോ. ഹജ്ജ് ചെയ്യാൻ പറ്റാണ്ട് തിരിച്ചു പോയത്. അപ്പോൾ അടുത്ത വർഷം വരുമ്പോൾ ചെയ്യാമെന്നാണ് കരാറുള്ളത്. പിറ്റത്തെ വർഷം ഹജ്ജ് ചെയ്യാൻ വരാണ്. ഈ കാബയ്ക്ക് ചുറ്റും വന്ന് മുഴുവൻ മലകളായിരുന്നു. ആ മലേൻ്റെ മേലെ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ശത്രുക്കൾ. താഴെ വരുന്ന മുഹമ്മദ് നബിയെയും സംഘത്തെയും നമുക്ക് എളുപ്പത്തിൽ കീഴടക്കാം, അവർ പട്ടിണി പാവങ്ങളാണ്, അവരെ ആരോഗ്യമില്ലാത്തവരാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് എളുപ്പത്തിൽ കീഴടക്കാമല്ലോ. അങ്ങനെ വിചാരിച്ച് കാത്തിരിക്കുകയാണ്. ഇത് വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു,
അങ്ങനെ നമ്മൾ ആരോഗ്യമില്ലാത്തവരൊന്നല്ലല്ലോ, നമുക്ക് കാണിച്ചു കൊടുക്കണം. ആദ്യം തന്നെ ഈ മസിൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്ത് എല്ലാവരും മസിലും. കുറേ സഹാബികളുണ്ടല്ലോ നല്ല ആരോഗ്യമുള്ളവരാണെന്ന് ഇത് കണ്ടാൽ മനസ്സിലാവണം, നല്ല ശക്തിയുള്ളവരാണെന്ന്. ഇനി വന്നോരോ ആദ്യത്തെ 3 റൗണ്ട് കുറച്ചൊരു സ്പീഡിൽ ഓടണം, വലിയ ഓട്ടമൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലാത്ത പോലെ പതുക്കെ ഇങ്ങനെ നടക്കലല്ല, ഇങ്ങോട്ട് വന്നാൽ തിരിച്ചടിക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ല ആരോഗ്യമുള്ളവരാണെന്ന് അറിയാൻ വേണ്ടി ആദ്യത്തെ 3 റൗണ്ട് എന്ത് ചെയ്ത് ഒന്ന് ഓടി. ഇതതിൻ്റെ പിന്നെ ചരിത്രമാണ്. ശരി, അപ്പോൾ 7ാമത്തെ റൗണ്ടോടുകൂടി തവാഫ് പൂർത്തിയായി, വസ്ത്രം പഴയ രൂപത്തിലേക്കാക്കി. പിന്നെ നമുക്ക് ചെയ്യാനുള്ള എന്താണ്? മക്കാമു ഇബ്രാഹിമിൻ്റെ പിന്നിലേക്ക് വന്ന് നമസ്കരിക്കണം. അവിടെ ചെയ്യാൻ പറ്റൂല നമുക്ക്, പക്ഷേ അതിൻ്റെ റംല് എന്ന് പറയും, അതിൻ്റെ സുന്നത്താണത്. പക്ഷെ അത് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ അവസരം കിട്ടിയാൽ പുരുഷന്മാരെന്ത് ചെയ്യുക? ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്നവർക്കൊന്നും എന്തായാലും കഴിയില്ല. ഇനി അവസരം കിട്ടിയാൽ പോലും ഒരു പക്ഷേ അങ്ങനെ കഴിഞ്ഞുള്ളൊന്നുമില്ല. അതെ, പക്ഷേ ഹജ്ജിൻ്റെ സമയത്തൊന്നും ഇത് പറ്റൂല. ഹജ്ജിൻ്റെ സമയത്തെന്നൊക്കെ പറഞ്ഞാൽ കാലിങ്ങനെ വെക്കാൻ കഴിയില്ലല്ലോ. നമ്മളിപ്പോൾ തന്നെ കണ്ടില്ലേ തവാഫിൻ്റെ ലൈവ് വീഡിയോ ഒക്കെ നോക്കിയാൽ എന്താ തിരക്ക് ഇന്നലെ ഇന്നൊക്കെ. അത് രാവിലെ തന്നെ ഭയങ്കര തിരക്കാണ്. ഇപ്രാവശ്യത്തിൽ 40 ലക്ഷം എന്നാണ് പറയുന്നത്. അതിന് കൂടുതലുണ്ടാവും അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും തവാഫൊക്കെ ചെയ്യുക അവിടെ? അപ്പോൾ തവാഫ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ പണിയുള്ള എന്താണ്? മക്കാമു ഇബ്രാഹിമിൻ്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കാം. കണ്ടോ? ആ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ട ഒരു വാക്കാണ് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കാൻ വേണ്ടി നിന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. 1-ാമത്തെ റക്അത്തിൽ കാഫിറൂനും 2-ാമത്തെ റക്അത്തിൽ ഇഖ്ലാസും പാരായണം ചെയ്യണം. ഞാൻ വേഗം പോണത് ഉംറ ആയതുകൊണ്ടാണ് കേട്ടോ, ഏകദേശം എല്ലാവർക്കും അറിയാം ഉംറ, അതുകൊണ്ടാണ്. അപ്പോൾ മക്കാമു ഇബ്രാഹിമിൻ്റെ പിന്നിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 7ാമത്തെ റൗണ്ട് നമ്മൾ തവാഫ് ചെയ്യുമല്ലോ. അപ്പോൾ 7ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വൈഡായി പോകാം. അപ്പോൾ പിന്നെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്തോളും? നമ്മൾ സ്വാഭാവികമായിട്ട് ഈ കാബയിൽ നിന്ന് കുറച്ച് വൈഡായിട്ട് ഹറമിൻ്റെ ഭാഗത്ത്, അല്ല മസ്ജിദുൽ ഹറമിൻ്റെ ആ പള്ളി ഉണ്ടല്ലോ, ആ ഭാഗത്ത് കൂടെ നമ്മളിങ്ങനെ വരും. അപ്പോൾ എളുപ്പത്തിൽ അങ്ങോട്ട് കിടക്കാൻ കഴിയും. അതല്ല ഈ കാബേൻ്റെ തൊട്ടടുത്ത് കൂടെ വന്നാൽ 7ാമത്തെ റൗണ്ട് കഴിഞ്ഞാൽ ഇപ്പുറത്ത് കിടക്കൽ എന്തെയല്ല, എളുപ്പമല്ല, ക്രോസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ 7ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പതുക്കെ ഇങ്ങനെ പോയി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെയാണ് കാബയെങ്കിൽ നമ്മളിങ്ങനെ പോയിട്ട് എന്ത് ചെയ്യണം? ഇതിലേ കുറേ വൈഡായിട്ട് അപ്പുറത്ത് കൂടെ വന്നിട്ട് പതുക്കെ ഈ ചുമരിൻ്റെ അടുത്ത് കൂടെ പോരണം. മനസ്സിലായോ? അപ്പോൾ എളുപ്പത്തിൽ അങ്ങോട്ട് എക്സിറ്റ് ആകാൻ പറ്റും. അതല്ലെങ്കിൽ ഇവിടെ വന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ അതിനപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാന്നുള്ളത് എളുപ്പമല്ല. ഓർമ്മ ഉണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞേ? 2 റക്അത്ത് നിസ്കരിച്ചു. ശരി, തവാഫിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വുളു നിർബന്ധമാണ്. അവിടെ വെച്ച് വുളു നഷ്ടപ്പെട്ടാൽ ചില ആളുകൾക്കൊക്കെ അഭിപ്രായമുണ്ട് തയമ്മും ചെയ്യാമെന്നൊക്കെ. പക്ഷെ എവിടെ നിന്നാണ് തയമ്മ് ചെയ്യുങ്ങൾ? എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വേണ്ടേ? നിലത്തേക്ക് വീണാൽ പോലും എടുക്കാൻ പറ്റില്ല അവിടെ നിന്ന്. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഉംറയ്ക്ക് ഹജ്ജിനൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കണം വെച്ചാൽ അത് തവാഫാവട്ടെ, ഒന്നിച്ചുള്ള നടത്താവട്ടെ, തിരക്കിനിടയിൽ എന്ത് വീണ് പോയാലും എത്ര വിലപിടിപ്പുള്ളതായാലും എന്ത് ചെയ്യണ്ട, എടുക്കാൻ വേണ്ടി കുനിഞ്ഞാൽ അവിടെയാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ ഗ്ലാസ്സൊക്കെ കണ്ണടൊക്കെ ഉപയോഗിക്കുന്നവർ ഒരു ഇതിന് പറയുക, ഒരു വള്ളിയിട്ട് കെട്ടൽ നല്ലതാണ് കേട്ടോ. മൊബൈലൊക്കെ പൊട്ടി വീഴാത്ത രൂപത്തിൽ കഴുത്തിൽ കൂടെ വെച്ചിട്ട് ഒരു പോക്കറ്റിൽ വെക്കലൊക്കെ നല്ലതാണ്. പോക്കറ്റൊന്നും ഉണ്ടാവില്ല അല്ലേ? എൻ്റെ സാധനമല്ല. മൊബൈൽ കഴിയുന്നതും വില കുറഞ്ഞൊക്കെ എന്ത് ചെയ്യുക, അത്യാവശ്യത്തിനൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ. മൊബൈലൊന്നും അന്ന് ആർക്കും വിളിച്ചാൽ കിട്ടൂല, അത്രയ്ക്കും ജാമായിരിക്കും. മൊബൈലൊക്കെ റേഞ്ചൊന്നും കിട്ടുമൊന്നുമില്ല. ശരി, അപ്പോൾ വുളു നിർബന്ധമാണ്. അഥവാ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല, കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് ആ സംസമിൻ്റെ ഭാഗത്തേക്ക് എങ്ങനെയെങ്കിലും എക്സിറ്റ് ആയിട്ട് ചെറിയ രൂപത്തിൽ ഒരു മിനി വുളു ഉണ്ടല്ലോ, എല്ലാം ഒരേ പ്രാവശ്യം ഒന്ന് പതുക്കെ ഇതാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഹജറുൽ അസ്വദിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 3-ാമത്തെ കഴിഞ്ഞ് 3-ാമത്തെ കുറച്ച് എത്തിയപ്പോഴാണ് വുളു പോയതെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരരുത് കേട്ടോ ആരും. പിന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ട് അവിടെ വുളു ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് എന്ന്. മത്താഫിലുള്ളവർക്ക് ആർക്കെങ്കിലും വുളു നഷ്ടപ്പെട്ടാൽ, പക്ഷെ അത് ഇപ്പോൾ പ്രാക്ടിക്കലാണോന്ന് അറിയില്ല, കാരണം അത്രയും തിരക്കിനിടയിൽ ഒക്കെ ആയിരിക്കും. എങ്കിലും അത് നമ്മൾ സഈന് ചെയ്യാൻ വേണ്ടി കയറുമല്ലോ,
തവാഫ് കഴിഞ്ഞിട്ട് സൈ ചെയ്യാൻ വേണ്ടി കയറുമല്ലോ, ആ കയറുന്നതിന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഡയറക്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി വുളു ചെയ്യാന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ആ തിരക്കിനിടയിൽ പ്രാക്ടിക്കലാണെന്ന് അറിയില്ല, എന്തായാലും ആ സൗകര്യം പോലെ ചെയ്യാം. പക്ഷേ വുളു നഷ്ടപ്പെട്ടാൽ വുളു എടുത്ത് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം? വീണ്ടും ഹജറുൽ അസ്വദിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒന്നും സ്റ്റാർട്ട് ചെയ്യണ്ട. എത്രാമത്തെയാണോ നഷ്ടപ്പെട്ടത് അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? സ്റ്റാർട്ട് ചെയ്താൽ മതി. പ്രത്യേക ദുആകളൊന്നുമില്ല. നേരത്തെ പറഞ്ഞല്ലോ, പുരുഷന്മാർ ആദ്യത്തെ 3 തവണ കുറച്ച് വേഗത്തിൽ നടക്കണം. എണ്ണത്തിൽ സംശയം വന്നാൽ ചുരുങ്ങിയതെടുത്ത് ബാക്കി പൂർത്തിയാക്കാം. ഇപ്പം 3 4 ആണോ സംശയം വന്നത്, അപ്പോൾ എത്ര എടുക്കണം? വലിയ പ്രതിഫലമാണ്. അത് കഴിഞ്ഞാൽ മക്കാമു ഇബ്രാഹിം കഴിഞ്ഞാൽ പിന്നെ സംസം കുടിക്കണം. വലിയ എന്താ പറയുക, രസമാണ് ഈ സംസമിൻ്റെ ചരിത്രമൊക്കെ. നമുക്ക് വായിച്ചു നോക്കണം കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ അള്ളാഹുവിൻ്റെ ഷിയാറുകളായിട്ട് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടാവണം. നമ്മൾ ഈ സംസം പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ചെറിയൊരു സ്പൂണിൽ സംസം കുടിച്ച രംഗം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സ്പൂണിൽ തൊട്ടപ്പുറത്തെ ഒരു മൗലവി ഉണ്ടായിരുന്നു. അദ്ദേഹം ഉംറയ്ക്ക് പോയിട്ട്, ഞങ്ങളൊരു അയൽവാസിയാണ്, അദ്ദേഹം ഉംറയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഒരു കുപ്പീൻ്റെ ലാസ്റ്റിൽ കുറച്ച് തന്നിട്ടേ എൻ്റെ ഉമ്മനിക്ക് തന്നൊരു സ്പൂണിലാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സംസം കുടിക്കണേ. പക്ഷെ അതിനൊക്കെ ഒരു ചെറുപ്പത്തിലാണെങ്കിലും അതിപ്പോഴും മനസ്സിലുണ്ട്. അതിനുശേഷം ഗ്ലാസ്സുകളും ബോട്ടിലുകളായിട്ട് കുടിച്ചിട്ടും എന്തില്ല. അപ്പോൾ അതൊക്കെ വലിയ ചരിത്രമാണ്. നിങ്ങൾ വേണമെങ്കിൽ സംസമിനെ കുറിച്ചൊക്കെ ഒന്ന് വായിച്ചു നോക്കോ. സംസം സാധാരണ ഹജ്ജിൻ്റെയും റമദാൻ്റെ സീസണിലൊക്കെ 4 മോട്ടർ വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്? പമ്പ് ചെയ്യണത്. പക്ഷെ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 2 മോട്ടറുള്ളൂ എന്നാണ്. മനസ്സിലായി നിങ്ങൾക്ക് എന്താ സംഭവം? ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ആ സംസം എന്ത് ചെയ്യുന്നില്ല? നിറഞ്ഞു പോണില്ല. 4 മോട്ടർ വെച്ചടിച്ചാലും ഒരുപോലെ കിട്ടും, 2 അത് അവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇന്നിപ്പോൾ ആർക്കും കാണാനും കഴിയില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്, ദൃഷ്ടാന്തമാണ്. സംസം ലിമാ ശുരിബ ലഹു, സംസം എന്തിനു വേണ്ടി കുടിച്ചോ അതിനുള്ളതാണ്. ദുനിയാവും പരലോകവും ആഗ്രഹിക്കാനാണ്. സംസം കുടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നമ്മുടെ നിയ്യത്ത് പോലെ, നമ്മുടെ തവക്കുൽ പോലെ, തഖ്വ പോലെ അത് ലഭിക്കുമെന്നാണ്. കിട്ടും, ഉറപ്പാണ്. കാരണം എവിടെന്നാണ് സംസം വന്നത്? ഹാജറയുടെ ഇസ്മായിലിൻ്റെ ചരിത്രമാണ് അല്ലേ? വെള്ളമില്ലാത്ത പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അത് കിട്ടുമെന്നുള്ള ഉറപ്പാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അത് ഭക്ഷണത്തിന് പകരമാണ്, മരുന്നിന് രോഗത്തിന് ശമനം നൽകുന്നതാണ്, ശിഫ നൽകുന്നതാണെന്നാണ്. അതേപോലെ തന്നെ ആ മുബാറക്കത്തുൽ, അത് ബറക്കത്താക്കപ്പെട്ട വെള്ളമാണ്. ലോകത്ത് മറ്റൊരു വെള്ളവും അങ്ങനത്തെ വെള്ളമില്ല, സംസം. ശരി, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സഅയ് നടത്തണം. സഅയ് എന്ന് പറഞ്ഞാൽ സഫാ മറുവക്കടയിലുള്ള നടത്താണ്. 7 പ്രാവശ്യം നടക്കണം. സൊഫയിൽ നിന്ന് തുടങ്ങി മറുവയിൽ അവസാനിക്കും. അപ്പോൾ സൊഫയിൽ നിന്ന് മറുവയിലേക്കൊന്ന്, മറുവയിൽ നിന്ന് സൊഫയിലേക്ക് 2, 3, 4, 5, 6, 7. തുടക്കം എവിടെ നിന്നാ? സൊഫയിൽ നിന്ന്. അവസാനിപ്പിക്കുന്ന എവിടെ? മറുവയിൽ. കണ്ടോ? ഇപ്പോൾ ആ മലകളൊന്നും അവിടെ ഉണ്ടാവില്ലല്ലോ, അവിടെ ഇല്ല. അതൊക്കെ അടിച്ച് നിരത്തി അവിടെ അതിൻ്റെ ഒരു ചെറിയ അടയാളം മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ ഓരോ ഫ്ലോറുകളുണ്ട്, ടെറസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മേലെ താഴെ ഒക്കെ തിരക്കിനനുസരിച്ച് നമുക്ക് സഅയ് ചെയ്യാം. തീരെ വയ്യാത്തവർക്ക് അവിടെ മറ്റേ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ പഠിക്കാനുള്ളൊരു പ്രാർത്ഥന, ഒരായത്താണിത്. സൊഫയിലേക്ക് കയറുമ്പോൾ, മറുവയിലേക്ക് കയറുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഇത്രയും പ്രയാസമൊക്കെ പെട്ട് പോകണമല്ലേ. അപ്പോൾ ഈ ഒരു ആയത്ത് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നാണ് ശരിയാവില്ല കേട്ടോ. ഒന്ന് ഓതി നോക്കി എല്ലാവരും. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അയ്യത്തവഫ ബിഹിമാ വമൻ തതവഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. സഫയും മർവയും ഒക്കെ അല്ലാഹുവിൻ്റെ ശിആറുകളാണ്. ആർക്കെങ്കിലും അവിടെ ഹജ്ജിനെത്തുകയും ആ ഭവനത്തിന് ഉംറക്കെത്തുകയൊക്കെ ചെയ്തിട്ട് അതിനെ തവാഫ് ചെയ്താൽ അവൻ്റെ മേൽ തെറ്റില്ല. ആരെങ്കിലും കൂടുതൽ വർദ്ധിപ്പിച്ചാൽ തീർച്ചയായും അതൊരു പുണ്യമാണ്. തീർച്ചയായും അല്ലാഹു നന്ദിയുള്ളവനാണ്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവനാണ് കേട്ടോ. ഇതൊക്കെ വേറെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്, പിന്നീട് നമുക്ക് പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സൊഫയിലേക്ക് നമ്മൾ കയറുമ്പോഴാണ് എന്ത് ചെല്ലേണ്ടത്? ഇന്ന സഫാ വൽ മർവത ചെല്ലേണ്ടത്. ഒരു ചെറിയ കയറ്റുണ്ടല്ലോ, ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ കാലിച്ച് ഇങ്ങനെ കയറുമ്പോൾ ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ആ സമയത്ത് ഇങ്ങനെ മൊബൈലൊക്കെ എടുത്ത് അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് ഏടൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴേക്കും അതല്ല.
തിരക്കിൻ്റെ ഇടയില്ല, ബൈഹാട്ട് പഠിച്ച് നമ്മളിങ്ങനെ കയറുമ്പോൾ തന്നെ ഇന്ന സൊഫാ വൽ മർവത്ത മിൻ ശആഇരില്ലാ എന്ന് പറഞ്ഞ് കയറി പിന്നെ നമ്മൾ തിരിയണം. എന്തിന് നേരെ? കഅബക്ക് നേരെ തിരിയണം. കഅബക്ക് നേരെ തിരിയണം. എന്നിട്ട് നമ്മൾ ഈ പ്രാർത്ഥന 3 പ്രാവശ്യം പ്രാർത്ഥിക്കണം. കണ്ടോ? കൈകൾ ഉയർത്തി ദുആ ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണം കേട്ടോ വലിയ പ്രാർത്ഥന എന്ന് വിചാരിക്കണ്ട. ഇത് ഏറെക്കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ. ഇവിടം വരെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നമ്മൾ. എല്ലാവർക്കും കിട്ടൂലേ? അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ. ഇത് 3 പ്രാവശ്യം പ്രാർത്ഥിക്കണം. ഇത് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും ഓരോ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയണം. പിന്നെ ഇത് പ്രാർത്ഥിക്കണം. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയണം. പിന്നെ ഇത് പ്രാർത്ഥിക്കണം. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയണം. മനസ്സിലായോ? 3 പ്രാവശ്യം പ്രാർത്ഥിക്കണം. ഓരോ പ്രാർത്ഥന കഴിഞ്ഞാൽ അതിനിടയിൽ വീണ്ടും നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവോട് പറയണം. ഓക്കെ? ഇത് രണ്ടോടത്തും ചെല്ലണം കേട്ടോ. രണ്ടോടത്തും ചെല്ലണം. സൊഫയിലേക്ക് കയറി അവിടെ നിൽക്കുമ്പോഴും തിരിച്ചിറങ്ങി മറുവയിലേക്ക് കയറി അവിടെ നിൽക്കുമ്പോൾ ചെല്ലണം. അപ്പോൾ എത്ര പ്രാവശ്യം ചെല്ലേണ്ടി വരും? 7 പ്രാവശ്യം. മൊത്തം എത്ര തവണ അപ്പോൾ? 21. നമ്മളങ്ങനെ റെഡിയായി പോവുക. ഇനി അവസരം ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതാണ് പ്രാർത്ഥന. ശരി, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രീൻ ലൈറ്റ് കാണുന്ന സമയത്ത് പുരുഷന്മാർ ഒരല്പം സ്പീഡിൽ നടക്കണം. നേരത്തെ പറഞ്ഞില്ല നമ്മൾ ഇവിടെ പറ്റും, ചിലപ്പോൾ ഹജ്ജിൻ്റെ സമയത്ത് അതും പറ്റിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ കാണാം. അവിടെ പുരുഷന്മാരെന്ത് ചെയ്യണം? കുറച്ചൊരു സ്പീഡിൽ ഇങ്ങനെ ഓടണം. അത് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ ദൂരേ ഉള്ളൂ. അങ്ങനെ ഓടി അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരവിടെ എത്തും. അപ്പോഴേക്കും ഒരുമിച്ച് പോവാം കേട്ടോ. അപ്പോൾ കാബേൻ്റെ അവിടെ തവാഫ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാത്തവരും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്രീൻ ലൈറ്റിൻ്റെ അവിടെ ആളുകൾ ഓടിനെ കാണാം. അപ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും? ഓടിക്കോളും അത് കണ്ടോ. ഇതേപോലെ ഇങ്ങനെ കുറച്ചൊന്ന് ഓടിപ്പോവാം. ചിലരൊക്കെ നടന്ന് തന്നെ പോവും. ശരിക്കും അവിടെ ഓടിയത് ആരാ? പെണ്ണാണ് അല്ലേ? ഹാജറയാണ്. ഓടാൻ പറഞ്ഞത് ആരോടാ? കണ്ടോ. അപ്പോൾ ആ രംഗമൊക്കെ നമ്മളെ മനസ്സിലേക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ കടന്നു വരണം കേട്ടോ. ഈ ഭാഗത്ത് കുറച്ച് സ്പീഡിൽ നടക്കണം. ആ സമയത്ത് പ്രത്യേകിച്ച് ദുആകളൊന്നുമില്ല വേറെ. ദുആ ദിക്റുകൾ, ഖുർആൻ പാരായണം, ഇതൊക്കെ ചെയ്ത് ധാരാളമായിട്ട് അള്ളാഹുവോട് ദുആ ചെയ്ത് പോകാം. സഈൽ ശ്രദ്ധിക്കേണ്ടത് സൊഫയിൽ നിന്ന് ആരംഭിക്കണം, 7 പ്രാവശ്യം നടക്കണം, ആയത്ത് ചൊല്ലണം, കഅബയിലേക്ക് തിരിയണം, പ്രാർത്ഥന 3 പ്രാവശ്യം. നടത്തത്തിനിടയിൽ പ്രത്യേക ദുആകളില്ല. ഇബ്രാഹിമി കുടുംബത്തെ ഓർക്കണം. വുളു നിർബന്ധമില്ല. പച്ച ലൈറ്റ് കാണുമ്പോൾ പുരുഷന്മാർ ഓടുക, സ്ത്രീകൾ നടക്കുക. ഇത് ഉംറ ആയതുകൊണ്ടാണ് വേഗം പോകണം കേട്ടോ. പക്ഷേ ഈ എന്താണ് സഅയും തവാഫും നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഹജ്ജിനും തവാഫും സഅയുണ്ടേ. ഇതുപോലെ തന്നെയാണ് അപ്പോഴും ചെയ്യേണ്ടത്. ഇനി ആ സമയത്ത് ഹജ്ജ് പറയുമ്പോൾ ഇനി തവാഫും സഅയും പറയില്ല കേട്ടോ ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞാൽ മുടി കളയണം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഹജ്ജ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ അധികം ദിവസങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? മുടി ഒന്ന് നമ്മൾ പറ്റ വെട്ടാന്നറിയാലോ. മുടി വടിക്കാതെ പറ്റ വെട്ടിയാലും മതി. അധികം ദിവസങ്ങളൊന്നും ഇല്ലെങ്കിൽ ഹജ്ജിന് വടിക്കേണ്ടതല്ലേ. അതേ സമയത്ത് ഒരു 5-10 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേക്കും കുറച്ചെങ്കിലും വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് വടിക്കലാണ് നല്ലത്. വടിക്കുന്നതിനാണ് കൂടുതൽ കൂലി കണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പ്രാർത്ഥിച്ചതും മുടി മുഴുവനായും വടിക്കുന്നവന് അള്ളാഹുവിൻ്റെ കരുണയുണ്ടാകട്ടെ എന്നാണ്, റഹ്മത്തുണ്ടാകട്ടെ എന്നാണ് ഉണ്ടോ. ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നിൽക്കുമ്പോഴല്ലോ ലക്ഷക്കണക്കിന് സ്വഹാബികളുണ്ടല്ലോ. അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ വടിച്ച് കുറേ മുട്ടത്തല ഇങ്ങനെ കാണാണ്. അപ്പോൾ നബിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നബി ഇങ്ങനെ അവരെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു എന്നാണ്, റഹിമല്ലാഹുൽ മുഹല്ലിക്കീൻ. അപ്പോൾ അവർക്കും സന്തോഷമാണല്ലോ. ആരാ പ്രാർത്ഥിക്കണത്? ആണല്ലോ. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി. മുടി മുഴുവനായും എടുത്തവർക്ക് അള്ളാഹുവിൻ്റെ കരുണയുണ്ടാകട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞു. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ വൽ മുഖസ്സിരീൻ, മുടി ഒരാൾ വെട്ടിയുണ്ടായിരുന്നു. വെട്ടിയോൻ പറഞ്ഞു, വെട്ടിയോൻക്കൊന്നും പറയാൻ നബിയെ എന്ന് പറഞ്ഞു. അപ്പോൾ നബി വീണ്ടും പ്രാർത്ഥിച്ചു, റഹിമല്ലാഹുൽ മുഹല്ലിക്കീൻ, മുടി മുഴുവനായും കളഞ്ഞവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാവട്ടെ. അപ്പോഴും ഇയാൾ വിളിച്ചു പറഞ്ഞത് വെട്ടിയോൻക്കൊന്നും പറയാൻ നബിയെ. 3ാമതായിട്ടും നബി പറഞ്ഞു റഹിമല്ലാഹുൽ മുഹല്ലിക്കീൻ. അപ്പോൾ ഇയാൾ കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞതാണ് വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്, വെട്ടിയോർക്കൊന്നും പറയാൻ നബിയെ എന്ന് പറഞ്ഞു.
അപ്പോൾ നബി ശബ്ദം താഴ്ത്തി പറഞ്ഞു വൽ മുഖസ്സിരീൻ എന്നാൽ വെട്ടിവെക്കും. കണ്ടോ? അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് വടിക്കണോ വടിക്കണ്ടേ എന്നുള്ളത്. മുടി വടിച്ചാൽ പുണ്യം കിട്ടുന്ന ഏക സ്ഥലം ഏതാണ്? അവിടെ മാത്രമേ ഉള്ളൂ. ചൂടെടുക്കുമ്പോൾ വടിച്ചാൽ പുണ്യം കിട്ടുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ മുടി ആരടിച്ച് അല്ലേ അക്കീ കറുത്ത സമയത്ത് മുടി വടിച്ചിട്ടുണ്ട്. അതിൻ്റെ പുണ്യം ആർക്കാ? നമുക്കല്ല, നമ്മളെ ഉമ്മാക്ക് വാപ്പാക്കാണ്. ശരി, അപ്പോൾ മുടി എടുത്തോടുകൂടി മുടി കളയൽ കണ്ടോ. ഉംറ മാത്രമാണെങ്കിലാണ് മുടി കളയുമ്പോൾ മുഴുവനായും കളയേണ്ടത്. നമുക്ക് ഹജ്ജ് ബാക്കിയുണ്ട്, അതുകൊണ്ട് ആദ്യം മുടി വെട്ടുമ്പോൾ എന്ത് ചെയ്താൽ മതി? വെട്ടിയാൽ മതി. കാരണം ഹജ്ജിൽ നിന്നും തഹല്ലുലാകുമ്പോൾ നമുക്ക് മുടി വടിക്കാനുണ്ട്. ഇത് പറയാൻ വിട്ടുപോകണ്ട വെച്ചിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി എന്തായി? ഉംറയിൽ നിന്ന് തഹല്ലുലായി. പിന്നെ നമ്മൾ ഇനി എവിടെ ആയിരിക്കും? ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് ഏത് ദിവസമാണോ ഉംറ കഴിഞ്ഞത് ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഉംറ കഴിഞ്ഞിട്ടുള്ള ഇനി ഹജ്ജുണ്ട്. ഹജ്ജ് ചെയ്യണോ? അതെ, എന്നാൽ എന്തെങ്കിലും ഒരു വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ? എനിക്ക് തോന്നണേ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? ഭക്ഷണം വന്നിട്ടുണ്ടോ? ഇനി ആൾക്കേനും വിശക്കണമൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ. ഇല്ല, ഉറങ്ങൂല. ഒരു 20 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിച്ച് റെഡിയായി ഇങ്ങനെ വന്നിരിക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി ആ വിശപ്പും കഴിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട. അല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ലേ, എനിക്ക് വിശപ്പില്ലേ? നിങ്ങൾ പറ. അതെ, എനിക്ക് പ്രശ്നം. നിങ്ങൾ എത്ര സമയം പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. ഞങ്ങൾക്ക് പ്രയാസമാകുന്ന അവിടെ സ്ത്രീകൾക്ക് ചിലപ്പോൾ വിശക്കുണ്ടാവും, കുട്ടികളൊക്കെ അല്ലേ. 5 മിനിറ്റ് എന്നുള്ള 10 മിനിറ്റ് കൂടി കൂട്ടിയാൽ ഭക്ഷണം കഴിച്ചിരിക്കാം. ഇല്ല, എന്നാ ഓക്കെ, ശരി. ഇനി ആരും ഉറങ്ങരുത്. അപ്പോൾ തീരുമാനമായി. ശരി, ഉംറ ഇനി ഞാൻ പറയുന്നില്ല. ഇതാണ് ഉംറയുടെ ഒരു സംഗ്രഹ രൂപം. ഇതാണ്: 1 ഇഹ്റാം, അതേപോലെ തന്നെ 2 തവാഫ്, മറ്റൊന്ന് സഅയ്, മുടിയെടുക്കൽ. അതോടുകൂടി എന്തായി? ഉംറ കഴിഞ്ഞു. ഇനി ദുൽഹിജ്ജ 8 വരെ ഇബാദത്തുകളിൽ മുഴുകണം കേട്ടോ. ദുൽഹിജ്ജ 8 വരെ നമ്മുടെ റൂമിൽ നമ്മൾ താമസിക്കുന്ന ആ സ്ഥലത്ത് പിന്നെന്താണ്? ഇബാദത്തുകളിൽ മുഴുകണം. പറ്റുന്ന സമയത്തൊക്കെ പോയി തവാഫ് ചെയ്യണം. എല്ലാ വക്കത്തും, കഴിയുന്ന വക്കത്തു നിന്നല്ല, എല്ലാ വക്കത്തും എന്താക്കണം? പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം. കഴിയുന്ന സമയത്തൊക്കെ ഹറമിൽ ചിലവഴിക്കണം. ഉള്ളിൽ കയറാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് പറയുകയാണെ, നമ്മൾ സാധാരണയൊക്കെ ഇഹ്റാമിൻ്റെ ഡ്രസ്സുള്ളവർ എന്ത് ചെയ്യുള്ളൂ? മത്താഫിലേക്ക് കടത്തി വിടുള്ളൂ. അപ്പോൾ ഉംറ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തവാഫ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? നമുക്കൊരു ഇതുണ്ടല്ലോ, ഒന്ന് പോയിട്ട് വരാം. കാരണം തവാഫ് ചെയ്യാനുള്ള പൂതി കൊണ്ടാണ് കേട്ടോ, പറ്റിക്കാനൊന്നല്ല. അപ്പോൾ തവാഫിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഒന്ന് പോയി തവാഫ് ചെയ്ത് വരാമെന്നൊക്കെ വിചാരിക്കും. ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് പോയി വരാമെന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ ഒരു അപകടം എന്താണെന്നറിയോ? നമ്മളെങ്ങനെ അവിടെ വെച്ച് മരിച്ചാലോ? ഇഹ്റാമിൽ പ്രവേശിച്ചൊരു മനുഷ്യൻ മരിച്ചാൽ പിന്നെ എന്ത് ചെയ്യില്ല? കഫൻ ചെയ്യൂല. മനസ്സിലായോ? നമ്മൾ ഇഹ്റാമിലാണോ ആ ഡ്രസ്സ് ഇട്ട് പോണത്? നമ്മളങ്ങോട്ട് കയറാൻ വേണ്ടി തൽക്കാലം ഇട്ട ഡ്രസ്സല്ലേ, ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളവിടെ വെച്ച് മരിച്ചാൽ നമ്മളെന്ത് ചെയ്യില്ല? കഫൻ ചെയ്യൂല. ഇഹ്റാമിലും അല്ല അല്ലേ? അപ്പോൾ അത് ഭയങ്കര വിഷയമാണ് കേട്ടോ. മരിക്കലാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതില്ലായിരിക്കലാണ് നല്ലത്, ഒഴിവാക്കലാണ് നല്ലത്. ഈ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 1 മുതലുള്ള ദിവസം, പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിവസങ്ങൾ വൽഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ ദിവസങ്ങളാണ്. ആ ദിവസത്തെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഈ മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വല അഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ ഫഅക്സിറു ഫീഹിന്ന മിന തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കുള്ള ഫളിൽ മറ്റൊരു സമയത്തില്ല എന്നാണ്. റമദാനിൽ അവസാനത്തെ 10 രാത്രികൾക്കാണ് വലിയ പ്രതിഫലമെങ്കിൽ പകലുകൾക്ക് ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിവസത്തെ പകലുകളാണെന്നാണ്. ആ സമയത്ത് ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടത് തഹ്ലീലും തക്ബീറും അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ്, സ്വലാത്ത്, അതൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? വർദ്ധിപ്പിക്കേണ്ടത്. ഇതൊക്കെ വർദ്ധിപ്പിച്ച് നമ്മൾ അവിടെ ഇരിക്കും. ഇനി നമ്മൾ ഹജ്ജിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. ഹജ്ജ് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞ ഉംറയ്ക്ക് വേണ്ടി പഠിച്ച പ്രാർത്ഥനകളുണ്ടല്ലോ,
അതുപോലുമില്ല. അതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഹജ്ജിനായിട്ട് ഒന്നും പഠിക്കാനില്ല. അതാണ് നേരത്തെ സൗദ് സാർ പറഞ്ഞത്, വല്ലാത്തൊരു അത്ഭുതമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. കുറച്ച് പോയി നിൽക്കുക, കുറച്ച് പോയി കെടുക്കുക, കുറച്ച് പോയി കിടന്ന് ഉറങ്ങുക, ഒന്ന് എറിയുക, ഇതൊക്കെയാണ് എന്ത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. ഇത് പ്രത്യേകിച്ച് വേറെ ഒന്നും പഠിക്കാനില്ല. നമ്മളങ്ങ് നിന്ന് കൊടുത്താൽ മതി അല്ലേ. മിനയിൽ ചെന്ന് നിന്ന് അവിടെ നിന്ന് നിന്ന് കൊടുത്താൽ നേരെ പോയി അവിടെ നിന്ന് തിരിച്ച് ഇവിടെ എത്തിക്കും നമ്മളെ ആ ദിവസങ്ങളിലൊക്കെ. ശരി, ദുൽഹിജ്ജ 8 മുതൽ 13 വരെയാണ് ഹജ്ജിൻ്റെ ദിവസങ്ങൾ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഉംറ എന്ന് പറഞ്ഞാൽ ആ മസ്ജിദുൽ ഹറമും അതുമായി ബന്ധപ്പെട്ട ചെറിയ ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഹജ്ജ് അങ്ങനെയല്ല, വലിയൊരു ഏരിയയാണ്. ഏകദേശം 19 കിലോമീറ്ററോളം പല ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യണം, നടക്കേണ്ടിയൊക്കെ വരും അല്ലേ. അപ്പോൾ ദുൽഹിജ്ജ 8-നാണ് യൗമു തർവിയ എന്ന് പറയും. യൗമു തർവിയ ശരിക്കും തർവിയ എന്ന് പറഞ്ഞാലേ ദാഹം മാറ്റുന്നത് എന്നാണ് അർത്ഥം. തർവിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് ഈ പിന്നെ മിനയിലും മുസ്ദലിഫയിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് പിന്നെ അവിടെ നിന്ന് വെള്ളം കിട്ടൂലല്ലോ. അന്ന് ഇന്നത്തെ പോലെ ഇങ്ങനെ തിരിച്ചാൽ വെള്ളം വരാനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അന്ന് ഈ പോകുന്ന ആളുകൾക്കൊക്കെ അവിടെ എന്ത് ചെയ്യും, വെള്ളം കൊടുക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ആ പേര്, ദിവസത്തിന് ആ പേര് വന്നതെന്ന് അള്ളാഹു പറയും. അപ്പോൾ ഏതായിരുന്നാലും തർവിയ, യൗമു തർവിയ. യൗമു ആറഫ 9, യൗമു ആറഫ 10, യൗമുൻ നഹർ അല്ലെങ്കിൽ അൽ ഹജ്ജുൽ അക്ബർ. യൗമുൻ നഹർ അറബിൻ്റെ ദിവസം അല്ലെങ്കിൽ അൽ ഹജ്ജുൽ അക്ബർ. നമ്മൾ ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത് അറഫയും വെള്ളിയാഴ്ചയും അതല്ല കേട്ടോ. കാരണം ഈ ദുൽഹിജ്ജ 10-നാണ് കുറേ കർമ്മങ്ങളുള്ളത്. കല്ലെറിയണം, അതേപോലെ തന്നെ മുടിയെടുക്കണം, അറവ് നടത്തണം, സായും തവാഫും ചെയ്യണം അല്ലേ. അതുകൊണ്ടാണ് അൽ ഹജ്ജുൽ അക്ബർ എന്നതിന് പേര് വരാൻ കാരണം. ദുൽഹിജ്ജ 11 മുതൽ 13 വരെയുള്ള ദിവസങ്ങളാണെന്ത് അയ്യാമു തശ്രീഖ്. ആ പേര് വരാനുള്ള കാരണം, തശ്രീഖ് എന്നൊക്കെ പറഞ്ഞാൽ ഉണക്കപ്പെട്ടത് അല്ലെങ്കിൽ ഉണക്കിയത് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാലേ ഈ ദുൽഹിജ്ജ 10 ഇറക്കുന്ന മാംസങ്ങളുണ്ടല്ലോ, അന്ന് ഫ്രിഡ്ജൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അവർ ഉണക്കാനിടും. എന്നിട്ടാണ് അവരെന്ത് ചെയ്യുക, അത് പിന്നീട് പതുക്കെ അതിൽ നിന്ന് കുറച്ച് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നു ആ ദിവസങ്ങളിലൊക്കെ എന്നാണ്. അതുകൊണ്ടാണ് അതിന് തശ്രീഖ് എന്ന പേര് വന്നത്. ഇതാണ് ആ 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങൾ. ശരി, ഹജ്ജിൻ്റെ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കണ്ടോ. മക്കയിൽ നിന്ന് മിനയിലേക്ക് വന്ന്, മിനയിൽ നിന്ന് അറഫയിലേക്ക് വന്ന്, തിരിച്ച് മുസ്ദലിഫയിലേക്ക് പോയി, അവിടെ നിന്ന് മിനയിലേക്ക് പോയി, വീണ്ടും ജംറയിലേക്ക് പോയി, മക്കയിലേക്ക് പോവാം. ഇതാണെന്ത് ഹജ്ജ്. ഇത്രയേ ഉള്ളൂ. ഇതിൽ ദുആകളൊന്നും പഠിക്കാനില്ല, വളരെ എളുപ്പമാണ്. പക്ഷെ ഹജ്ജിൻ്റെ പ്രശ്നം എന്ന് അറിയോ, ശക്തമായ ക്ഷമ വേണം. പ്രത്യേകിച്ച് 2 വിഷയത്തിൽ, ഭക്ഷണത്തിൻ്റെ വിഷയത്തിലും ബാത്റൂമിൻ്റെ വിഷയത്തിലും ശക്തമായ ക്ഷമ. ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ സാധാരണ എന്താണെന്ന് ചെയ്യുന്നത്, ലാസ്റ്റ് ഒരു സെക്കൻഡ് ഉള്ളപ്പോൾ ഓടിപ്പോയാ. കാരണം നമുക്കിവിടെ 3-4 ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അവിടെ അങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് എന്ത് ചെയ്യണം, പോയി ക്യൂ നിൽക്കണം. മനസ്സിലായോ? ബാത്റൂമിൽ പോകണമെന്ന് തോന്നുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പെങ്കിലും എന്ത് ചെയ്യണം, പോയി ക്യൂ നിൽക്കണം. അല്ലെങ്കിൽ ഓടിപ്പോയാൽ ഒരു രക്ഷയില്ല, അവരറിയും. മനസ്സിലായോ? അതാണ് ഏറ്റവും വലിയ പരീക്ഷണം അവിടുത്തെ. പരമാവധി സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തെങ്കിലും 40-45 ലക്ഷം ആളുകൾ വന്നാൽ എങ്ങനെ സൗകര്യപ്പെടുത്താനാ? നമ്മൾ ചെറിയ സമ്മേളനമൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകളും ഇരുത്തങ്ങളും കിടത്തങ്ങളും ഉറക്കങ്ങളും ഒക്കെയാണെന്ത് ഹജ്ജ്. കണ്ടോ, മക്കയിൽ നിന്ന് തുടങ്ങി മിനയിലേക്ക് വരും, മിനയിൽ നിന്ന് അറഫയിലേക്ക് വരും, അറഫയിൽ നിന്ന് വീണ്ടും തിരിക്കും. മക്കയിൽ നിന്ന് അറഫയാണ് അറ്റം, ഇവിടെ നിന്ന് തിരിച്ച് മുസ്ദലിഫയിലേക്ക് വരും, അവിടെ നിന്ന് മിനയിലേക്ക് പോയി ജംറയിലേക്ക് പോയി വീണ്ടും മക്കയിലേക്ക് പോകുന്നതോടെ എന്തായി, ഹജ്ജ് കഴിഞ്ഞു. ഈ 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ കറക്കാണ് ഇവിടെ, യാത്രയാണ് ഇവിടെ. മനസ്സിലായോ? ശരി, ദുൽഹിജ്ജ 7-നോ 8-നോ മിനയിലേക്ക് പോകണം. 8-നാണ് ശരിക്കും പോകേണ്ടത്. 8-ന് ളുഹറിന് മുമ്പ് അവിടെ എത്തിയാൽ മതി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഗ്രൂപ്പൊക്കെ ആയി പോകുമ്പോൾ ചിലപ്പോൾ 7-ൻ്റെ അന്ന് തന്നെ പോകും. കാരണം തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 7-ൻ്റെ അന്ന് തന്നെ പോകും. അപ്പോൾ ദുൽഹിജ്ജ 8-ന് മക്കയിൽ നിന്നും ഇഹ്റാമിൽ നാം പുറപ്പെട്ടാൽ പിന്നെ നമ്മുടെ റൂമിലേക്ക് നമ്മൾ വരുന്നത് 13-ന് വൈകുന്നേരമോ രാത്രിയോ ആണ്. എന്ന് പറഞ്ഞാൽ 8-ന് റൂമിൽ നിന്ന് പോയാൽ തിരിച്ച് റൂമിലേക്ക് എപ്പോഴാണ് വരാം? 5 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. 8 ചിലപ്പോൾ 7-ന് പോകും,
അപ്പോൾ 8, 9, 10, 11, 12, 13 ചിലപ്പോൾ 6 ദിവസങ്ങളൊക്കെ കഴിയും, എന്നിട്ട് റൂമിലേക്ക് വരുള്ളൂ. മനസ്സിലായോ? ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? 10ൻ്റെ അന്ന് തവാഫിന് സൈനും വേണ്ടി വരില്ലേ, അവസരം കിട്ടിയാലൊന്ന് റൂമിൽ കയറാം, പ്രശ്നമൊന്നുമില്ല. കാരണം തഹല്ലുലായല്ലോ, തഹല്ലുൽ സുഗറയായല്ലോ, അത് നമുക്ക് പറയാം അവിടെ എത്തുമ്പോൾ. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് റൂമിൽ കയറാം, എന്നിട്ടൊന്ന് ഫ്രഷായി, കാരണം പെരുന്നാളാണല്ലോ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പോരാം. പറ്റുമെങ്കിൽ പെരുന്നാൾ എന്നുള്ള നിലയിൽ നല്ല നല്ല ഒരു 2 ജോഡി ഡ്രസ്സും ഉണ്ടായിക്കോട്ടെ കേട്ടോ. എന്തിനാണെന്ന് വെച്ചാലേ ഒന്ന് നമുക്ക് മിനയെ പോകുമ്പോൾ കൊണ്ടുപോവാം. അഥവാ ഇനിയെങ്ങാനും റൂമിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പെരുന്നാളിൻ്റെ ഒന്ന് കുളിച്ച് നല്ല ഡ്രസ്സ് ഇടാലോ മിനയെ പോയിട്ട്. ഇനി അതല്ലെങ്കിൽ റൂമിൽ പോയാൽ എന്ത് ചെയ്യാം, അവിടെ നല്ലൊരു ഡ്രസ്സ്, അത് നിങ്ങളെ സൗകര്യം പോലെ എന്തായിക്കോ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നല്ല ഡ്രസ്സ് 2 ജോഡി വേണമെന്നൊന്നും. എന്താ പറയുക, ഓക്കെ. സമയത്തിന് മുൻപായി ഇഹ്റാമിലായി ഒരുങ്ങി നിൽക്കണം. നമ്മളെ ടീമിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ആ ടീമിൻ്റെ അമീർ പറയും ഇന്ന ദിവസം ഇന്ന സമയത്ത് പോകുമെന്ന് പറഞ്ഞാൽ ആ സമയത്തിൻ്റെ 1 മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പോ ഇഹ്റാമിൽ പ്രവേശിച്ച് റെഡിയായി കാത്തിരിക്കണം. നമ്മളോട് പറയാണ് 7-ാം തീയതി ലോഹർ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് ഉടനെ ബസ് വരെ. ബസ്സിലൊന്നും പോയാൽ സാധാരണ പറയാറുണ്ടല്ലോ, ബസ്സിൽ പോകുന്നതിനേക്കാൾ നല്ല എന്താണ്, നടന്നു പോകലാണ്. പക്ഷേ ഒരു ടീമൊക്കെ ആയി പോകുമ്പോൾ ഫസ്റ്റ് നടന്നു പോയാൽ എന്ത് ചെയ്യില്ല, ഒരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോയേക്കാം. അങ്ങനെ തെറ്റൊന്നുമില്ല, കാരണം നമ്മളെടുത്ത് അടയാളങ്ങളും കാർഡുകളും വളകളും റിബണുകളൊക്കെ ഉള്ളപ്പോൾ ഇഷ്ടംപോലെ വളണ്ടിയേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതായിരുന്നാലും എപ്പോഴാണോ നമ്മളോട് പോകാൻ സമയം പറഞ്ഞത് അതിൻ്റെ 1 മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പ് റെഡിയായി ഇഹ്റാമിൽ പ്രവേശിച്ച് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞ് റെഡിയായി കാത്തിരിക്കണം. നമ്മൾ അമീർ പറയും ഇന്ന സമയത്ത് നിങ്ങൾ ചെല്ലിക്കോ അല്ലെങ്കിൽ പോകാൻ റെഡി ആയിക്കോ എന്ന് പറയാം, അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ പറഞ്ഞാലും മതി. ഇഹ്റാമിൻ്റെ ഡ്രസ്സൊക്കെ റെഡിയാക്കി നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് പറഞ്ഞാൽ മതി, അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞാൽ മതി. ഒരു പക്ഷേ നമ്മളോട് ലോഹറിന് റെഡിയാകാൻ പറഞ്ഞിട്ട് പിന്നെ നമ്മളെ ബസ് വരെ ഷൈനാവും. അപ്പം എന്താ നമ്മൾ പറയാ, വരുമ്പോൾ തന്നെ അപ്പം കാത്തിരിക്കാനാണ് അല്ലേ, പറയാൻ പാടില്ല. അവിടുത്തെ അവസ്ഥ നമുക്കറിയാലോ കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ക്ഷമയാണ് ഏറ്റവും, അത് പരീക്ഷിക്കപ്പെടും അവിടെ. അതാണ് ഹജ്ജ് അല്ലേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകൻ്റെ കഴുത്തിൽ കത്തി വെക്കാൻ കൊണ്ടുവന്നില്ലേ, ഇല്ലേ? അതാണ് ഹജ്ജ്, അത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ റെഡിയായി കാത്തിരിക്കണം. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? 7-നോ 8-നോ എന്തായാലും 8-ന് ലോഹറിന് മുമ്പാണ് ഇവിടെ എത്തേണ്ടത്, മിനയിലെത്തേണ്ടത്. പക്ഷേ എപ്പോഴാണോ നമ്മളോട് റെഡിയായി പോകാൻ പറഞ്ഞത് അതിൻ്റെ മുൻപേ നമ്മൾ റെഡിയായി നമ്മളെ റൂമിൽ കൂടെയുള്ളവരുടെ നിർദ്ദേശം പാലിച്ച് റെഡിയായി നിൽക്കണം. റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് പറയണം, അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് പറയണം. പോകുമ്പോൾ ചില ഒരുക്കങ്ങൾ ഇതൊക്കെ സാധാരണ അറിയാം, എങ്കിലും ഒരു ട്രോളി ബാഗ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഹാൻഡ് ബാഗ്, അത് മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണ്. ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ഒരു എക്സ്ട്രാ കയ്യിൽ വെക്കണം കേട്ടോ. എയർപോർട്ടിൽ, അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, എയർപോർട്ടിൽ നിന്ന് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് മാറ്റുന്നവർ ലഗേജ് വെക്കരുത്, അത് ഹാൻഡ് ബാഗിൽ വെക്കണം, അല്ലെങ്കിൽ എക്സ്ട്രാ കവറായിട്ട് പിടിക്കണം. ലഗേജ് വെച്ചാൽ ചെക്ക് ഇൻ സ്ഥലത്ത് നിന്ന് എവിടെ പോകും, സാധനം പോകും, പിന്നെ നമുക്ക് പോയിട്ട് മാറാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നോട്ട് ചെയ്ത് വെക്കണം. ഇവിടേക്ക് പോകുമ്പോൾ, മിനയിലേക്ക് പോകുമ്പോൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് എക്സ്ട്രാ ഒരെണ്ണം കയ്യിൽ കരുതണം, ആണുങ്ങളോടാണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ 5 ദിവസം ഉപയോഗിക്കാനുള്ള ഡ്രസ്സ്, കുറേ ഒന്നും വേണമെന്നൊന്നുമില്ല. 5 ദിവസത്തെ ശരിക്ക് 10 വരെ എന്തായിരിക്കും, ഈ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് തന്നെ ആയിരിക്കും. അതിന് ശേഷമുള്ള ദിവസങ്ങൾ ഉപയോഗിക്കാനുള്ള ഡ്രസ്സ് സ്ത്രീകൾക്കും അതിനനുസരിച്ച് ഉപയോഗപ്പെടുത്താം. ബെഡ്ഷീറ്റ്, തോർത്ത്, തലയിണ, ഇതൊക്കെ പറയുന്നത് വലിയ തലയിണയും തോർത്തും അതൊന്നും കൊണ്ടുപോകണമെന്നല്ല. അവിടെ കിട്ടുന്നതിന് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. തലയിണ ഉണ്ടായാലും തലയിണ മാറ്റി വെച്ചിട്ടേക്ക് എടുക്കുള്ളൂ. അപ്പോൾ ചെറിയൊരു നമ്മൾ കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കൂലേ, ഇനി കല്ലാവണ്ട, ചിലപ്പോൾ കല്ലായിരിക്കും നിലത്ത് വെക്കുമ്പോഴേ, പ്രത്യേകിച്ച് മുസ്ദലിഫയിലൊക്കെ പോയി കിടക്കുന്ന സമയത്ത് കല്ലായിരിക്കും ചിലപ്പോൾ. മിനയിൽ പിന്നെ ഉണ്ടാവും ചെറുതായിട്ട്, മുസ്ദലിഫയിൽ കല്ലായിരിക്കും. അപ്പോൾ ആ കല്ല് തലമ കൊള്ളണ്ടെന്ന് വിചാരിക്കാൻ ഒന്ന് ചെറുതായിട്ട്, അതും പ്രശ്നമൊന്നുമില്ല, ബാഗ് വെച്ചാൽ മതി. ആ ബാഗ് ഉണ്ടല്ലോ, ആ ഹാൻഡ് ബാഗ്, അത് വെച്ചാലും മതി. പിന്നെ ഭക്ഷണം, ചിലപ്പോൾ ഈ ഷുഗറിൻ്റെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. നമ്മൾ വിചാരിച്ച സമയത്ത് ഭക്ഷണം ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ബിസ്ക്കറ്റോ ഫ്രൂട്ട്സോ അതൊക്കെ നമ്മളെ കയ്യിൽ കരുതാം കേട്ടോ. ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. മിനയിൽ വെച്ച് വേറെ പണിയൊന്നുമില്ല, പ്രാർത്ഥിക്കുക, ഇരിക്കുക, കിടന്നുറങ്ങുക, ഇതന്നെയുള്ളൂ മിനയെ പണി. അപ്പോൾ കേട്ടോ, ഭക്ഷണം വിശപ്പ് തിന്നണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ തിന്നുമ്പോൾ ശ്രദ്ധിക്കണം, ബാത്റൂമിൻ്റെ കാര്യം ഓർക്കണം കേട്ടോ. അതുപോലെ തന്നെ വെള്ളവും പ്രശ്നമാണ്. അതെ, വെള്ളം ആവശ്യത്തിന് കിട്ടും അവിടെ, എന്നാലും എപ്പോഴും ഒരു ബോട്ടിൽ നമ്മളെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ
കേട്ടോ. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും വെള്ളത്തിന് ആവശ്യം വരാം. അതേപോലെ തന്നെ മൊബൈൽ അത് ചാർജ് ചെയ്യാനുള്ള ചിലപ്പോൾ പ്ലഗൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു പവർ ബാങ്കൊക്കെ നല്ലതാണ്. ആവശ്യത്തിനുള്ള പൈസ മാത്രം കയ്യിൽ കരുതാം. കാരണം എന്താണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അതിനുള്ളത്. കുട, ചെരുപ്പ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇതൊക്കെ മിനയിൽ പോകുമ്പോഴും കൊണ്ടുപോകാം. ചെരുപ്പ് നിർബന്ധമാണ് കേട്ടോ. കാരണം ചെരുപ്പങ്ങാനും നഷ്ടപ്പെട്ടാൽ പിന്നെ നടക്കൽ എളുപ്പമല്ല, ഒരു രക്ഷയില്ല. അതാണ് പറഞ്ഞത്, സ്റ്റാൻഡ് ബൈ 1, 2, 3 കൈ വെച്ചാലും പ്രശ്നമൊന്നുമില്ല, അത് നിർബന്ധമാണ്. അതേപോലെ തന്നെ വിലപിടിപ്പുള്ളതൊക്കെ ഒഴിവാക്കണം. നഷ്ടപ്പെടുന്നില്ല അവിടെ. എന്നാൽ പോലും സാധാരണ മത്താഫി പിന്നെ നഷ്ടപ്പെടും, മിനയിലൊന്നും നഷ്ടപ്പെടില്ല. പക്ഷേ എന്നാൽ പോലും എന്ത് ചെയ്യണ്ട, വിലപിടിപ്പുള്ളത് ഒഴിവാക്കുക. ഒരു മുസല്ല ചെറുത് നല്ലതാണ്. ചിലപ്പോൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടിക്കോളുന്നില്ല സ്ഥലങ്ങളൊന്നും. പിന്നെ നമ്മളെ മരുന്നൊന്നും മറക്കണ്ട, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊക്കെയാണ് അവിടെ പോകുമ്പോൾ ഒരുക്കങ്ങൾ. ശരി, നമ്മൾ ദുൽഹിജ്ജ്, ഇപ്പോൾ ദുൽഹിജ്ജ് 8ആയി. 8ൻ്റെ അന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുക, താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ്. അത് 7ൻ്റെ അന്നാണെങ്കിൽ 7ൻ്റെ അന്ന് എന്ത് ചെയ്യണം, ഇഹ്റാമിൽ പ്രവേശിച്ചു. നമ്മൾ ദുൽഹിജ്ജ് 8-ന് പോവാണ്. ഹജ്ജിന് ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ നേരത്തെ പറഞ്ഞ 3 രീതികളുണ്ട്. അതിൽ നമ്മൾ സ്വീകരിക്കുന്ന രീതി ഏതാണ്? തമത്തു ആണ്. നേരത്തെ ഉംറ ചെയ്ത് തഹല്ലുലായി വീണ്ടും ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ കുളി, വുളു പുതുക്കാം, സുഗന്ധം പൂശൽ, ഇഹ്റാം വസ്ത്രം, നമസ്കാരം, നിയ്യത്ത്, ഇതൊക്കെ ശ്രദ്ധിക്കണം. നിയ്യത്ത് ഇതാണ്, അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ. ഞാൻ കുറച്ച് വേഗത്തിൽ പോയിക്കോട്ടെ, ഇതൊക്കെ അറിയുന്നതാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ, ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണോ അക്കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. തൽബിയത്ത് പുരുഷന്മാർ ശബ്ദത്തിലും സ്ത്രീകൾ പതുക്കെ എന്ത് ചെയ്യണം, ചൊല്ലണം. മിനയിലേക്ക് യൗമു തർവിയ എന്ന് പറഞ്ഞല്ലോ, ദുൽഹിജ്ജ് 8ൻ്റെ അന്ന്. മക്കയിൽ നിന്ന് ഏകദേശം മിനയിലേക്ക് 5.5 കിലോമീറ്റർ ഉണ്ട്. മിന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഈ കാഴ്ച കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ അല്ലേ. അവിടെ പോയാലും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഈ ഉള്ള സമയമുണ്ടല്ലോ, അവിടെ നമ്മൾ ചിലവഴിക്കുന്ന പ്രത്യേകിച്ച് അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നടക്കണം. നടന്നിട്ട് ഇങ്ങനെ വഴുതിട്ട് പോരുതേ, അല്ലാത്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രദേശമൊക്കെ ഒന്ന് കാണണം, മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. മിന എന്ന് പറഞ്ഞാൽ 6 കിലോമീറ്റർ വിസ്തീർണമുള്ള എന്നാണ്. മിന എന്ന് പറഞ്ഞാൽ ശരിക്കും ആഗ്രഹങ്ങൾ എന്നാണ് അർത്ഥം. മിന എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ എന്നാണ് അർത്ഥം. എല്ലാ ആഗ്രഹങ്ങളും 2 രൂപത്തിലാണ് പറയുന്നത്. ഒന്ന്, എല്ലാ ആഗ്രഹങ്ങളും അവിടെ വെച്ച് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ അവിടെ വെച്ച് ചോദിക്കണം. എല്ലാ ദുരാഗ്രഹങ്ങളും അവിടെ വെച്ച് അവസാനിപ്പിക്കണം. അള്ളാഹുവിനെതിരായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും അവിടെ വെച്ച് അവസാനിപ്പിക്കണം. അതാണ് മുന. മനസ്സിലായല്ലോ. അപ്പം മുന എന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുവോട് ചോദിക്കാം. ഈ പറഞ്ഞല്ലോ, ഈ 6 കിലോമീറ്റർ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഒരു 6 കിലോമീറ്ററിൽ എങ്ങനെയാണ് 45 ലക്ഷം മനുഷ്യന്മാർക്കുള്ള അല്ലേ? നിങ്ങൾ ഈ ഒരു പ്രദേശത്തെ ഒരു 6 കിലോമീറ്റർ എടുക്കാം, 1 ലക്ഷം ആളുകളോട് കൊണ്ടുവന്ന് എന്തായിരിക്കും അവസ്ഥ അല്ലേ? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു അസറായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന മുന തത്തസിഉ ലിൽ ഹുജ്ജാജി കമാ യത്തസിഉൽ ബത്നൽ ഉമ്മി ലിവലദിഹി. ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഒരു ഉമ്മാൻ്റെ വയർ, ഉമ്മ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഉമ്മാൻ്റെ വയർ കുട്ടിക്ക് വേണ്ടി വിശാലമാകുന്നത് പോലെ ഹാജിമാർക്ക് വേണ്ടി മിന. സുബ്ഹാനല്ലാഹ്, എന്നാലോചിക്കും നിങ്ങൾ. വയറ് ചെറുതല്ലേ, കുട്ടി ഇങ്ങനെ വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ചിലപ്പോൾ 2, 3, 4, 5 ഒക്കെ ഉണ്ടാവാറല്ലേ അല്ലേ? ഇതിനുള്ളിലല്ലേ. അത് പോയാലോ പഴയ രൂപത്തിലാകും. മനസ്സിലായോ? അതെ, മുന എന്ന് പറഞ്ഞാൽ ഹാജിമാർക്ക് വേണ്ടി വിശാലമാകുമെന്നാണ്. ആ സ്ഥലം ഇങ്ങനെ വിശാലാകുന്നല്ല. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ യാത്രയിൽ ദുആ ചെയ്യേണ്ട ഒരു ദുആയുണ്ട്. അള്ളാഹുവേ, ഈ യാത്രയുടെ ദൈർഘ്യം നീ ഞങ്ങൾക്ക് ചുരുക്കി തരയണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സൂറിൽ പോകേണ്ട ആൾക്കാരുടെ ആ ഒരു പ്രാർത്ഥന പറഞ്ഞാൽ സൂറിന് കിലോമീറ്റർ ഓർക്കുന്ന അല്ല. പിന്നെന്താ, നമ്മൾ ചില സമയത്ത് പറയില്ലേ, പെട്ടെന്ന് എത്തിയ പോലെ തോന്നണം അല്ലേ? നാട്ടിലേക്ക് പോകുമ്പോൾ 3.5 മണിക്കൂർ എന്തായാലും ചിലപ്പോൾ ഇരിക്കണം, 3 മണിക്കൂർ ഇരിക്കണം. പക്ഷേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നമ്മൾ ഇരുന്ന് നോക്കി ചിലപ്പോൾ നമ്മൾ പറയും, ചില സമയത്ത് കുറേ നേരം ഇരിക്കണ പോലെ തോന്നും, ചില സമയത്ത് പെട്ടെന്ന് എത്തി അല്ലേ? സമയത്ര തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കെന്താണ്, അതൊരു ബറക്കത്താണ്. ശരി, അപ്പോൾ മുന എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ദുൽഹിജ്ജ് 8-ന് ളുഹറിന് മുമ്പ് മിനയിലെത്തണം. ദുൽഹിജ്ജ് 8-ന്
ളുഹറിന് മുൻപ് മിനയിലെത്തണം. അതാണ് അവിടുത്തെ കർമ്മം, വേറൊന്നുമില്ല. ദുൽഹിജ്ജ് 8 ളുഹറിന് മുമ്പ് മിനയിലേക്ക് എത്തണം. ഞാൻ നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് ബസ്സിൽ പോകാനാണ് നല്ലത്. ഇനി നടക്കാൻ എല്ലാവരും കൂടെ ഒരു 2 വളണ്ടിയർമാരൊക്കെ കിട്ടി, കൂടെ അമീറുണ്ട്, നിങ്ങളൊക്കെ റെഡിയാണോ? ഞങ്ങൾ റെഡിയാണ്, നടക്കല്ലേ, നടക്കുക. പക്ഷേ വിചാരിച്ച പോലെ ഒന്നും എളുപ്പമൊന്നുമല്ല. ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന് അവിടെ എത്തുമ്പോഴേക്കൊക്കെ കുറച്ച് പ്രയാസമാവും. എന്നാൽ പോലും എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്യാം. ദുൽഹിജ്ജ് 8 മുമ്പ് ളുഹറിന് മുമ്പായിട്ട് മിനയിൽ എല്ലാവരും എത്തണം. മിന എന്ന് പറഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും ഓരോ ടെൻറ്റിന് നമ്പറുകളൊക്കെ ഉണ്ടാവും. ആ നമ്പർ നമുക്കൊരു വള തരും, അല്ലെങ്കിൽ ഒരു കാർഡ് തരും, അതുമൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? ഇതേപോലെയുള്ള സൗകര്യങ്ങളാണ്. ഇപ്രാവശ്യം ചിലപ്പോൾ ഇതുപോലെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഇതൊരു ഗൂഗിളിൽ നിന്നിട്ടൊരു ഫോട്ടോ ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇതൊക്കെ ഓരോരുത്തർക്ക് എടുക്കാനുള്ളതാ. ഇതൊക്കെ ഓരോരുത്തർക്ക് എടുക്കാനുള്ളതാ. നമ്മളെ വീട്ടിൽ ഇത്രയും വലിയ റൂമിൽ ഒരാളും 2 ആളൊക്കെ എടുക്കാം. പക്ഷെ അവിടെ ഇതൊക്കെ ഓരോരുത്തർക്ക് എടുക്കാനുള്ളതാണ്. ആ എടുക്കുന്ന കോലം നോക്കിയാൽ ഇയാളെ കാല്, ഇയാളെ തല. മനസ്സിലായോ? മിനയിലുള്ള ജീവിതം ഇതാണ്. അള്ളാഹു നമ്മളെ ശരിക്കുണ്ടല്ലോ ഒരുക്കാണ്, ശരിക്കിങ്ങനെ ഒരുക്കിയെടുക്കുകയാണ് ഒരു ഹാജിയെ. എങ്ങനെയാണ് ഒരു കണ്ടോ, നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? ഈ വെള്ളവസ്ത്രം ധരിപ്പിക്കണം, കഫൻ ചെയ്യണം, കുളിപ്പിക്കണം, സുഗന്ധം പൂശണം, അല്ലേ? ഇതൊക്കെ അള്ളാഹു എന്ത് ചെയ്തു? ഇഹ്റാമിൻ്റെ ഡ്രസ്സിലൂടെ നമ്മൾ ഓർമ്മിപ്പിച്ചു. എന്നിട്ടോ വന്ന് കിടക്കുന്ന സ്ഥലം നോക്കിയേ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ, അല്ലെങ്കിൽ കാലൊന്നും അങ്ങോട്ട് എടുത്തിട്ടാൽ മറ്റൊന്നെ മെതുക്കായിരിക്കും കൊള്ളാം, അല്ലേ? ഇതുപോലെ അപ്പുറത്തെ സ്ഥലം സ്ത്രീകൾക്കുണ്ടാകും. കണ്ടോ, ഇതുപോലെ അപ്പുറത്തുണ്ടാവും. ഇതാണ് നേരത്തെ സൗസാർ പറഞ്ഞത്, അവിടെ പോയിട്ട് അതിനൊന്നും നിൽക്കരുതാരും കേട്ടോ. കഴിയുന്നത്ര അതുകൊണ്ട് നമ്മൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ചിന്തൊന്നുമില്ല. അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പരസ്പരം എന്ത് ചെയ്യുക, അതൊക്കെ പോണതിന് മുമ്പ് റെഡിയാക്കി വെക്കണം. എന്തൊക്കെ ഉണ്ടോ, കാര്യങ്ങളൊക്കെ ഉണ്ടോ. അവിടെ എത്തിപ്പെട്ടാൽ പിന്നെ ഈ ചിന്തകളൊന്നുമില്ല, ഉണ്ടാവില്ല. അങ്ങനെ അതങ്ങനെയാണ്. അതിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്താവും? വേറെ ഒന്നും വരില്ല. മിനയിലെ നമസ്കാരം കസറാക്കിയാണ്, ജമ്മാക്കാൻ പാടില്ല. നമ്മളെപ്പോഴാണ് അവിടെ എത്തിയത്? ഉറപ്പില്ലേ? എപ്പോഴാണ് അവിടെ എത്തിയത്? ലോഹറിനാണ്. ലോഹർ 2 റക്അത്ത് നിസ്കരിക്കുക. പിന്നുള്ള അസറിൻ്റെ സമയത്ത് 2 റക്അത്ത്, മഗ്രിബ് 3, ഇശാ 2, പിന്നെ പിറ്റേ ദിവസം ഒരു സുബഹിയും കൂടി ഉണ്ട്. അതത്രേ? 2. അവിടെ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല. മനസ്സിലായോ? അവിടെ ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആ പള്ളി നിസ്കരിക്കാം. പക്ഷേ മിനയിലൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഖൈഫ്. കണ്ടോ? പക്ഷേ പള്ളിയിലേക്ക് എത്തിപ്പെടുന്നത് എളുപ്പമല്ല. നിങ്ങൾ വേണമെങ്കിൽ അയ്യാമത്തെ ഷെയ്ഖിൻ്റെ ദിവസങ്ങളൊക്കെ ഒന്ന് പോയാൽ മതി. റൂമിൽ വെച്ച് നിസ്കരിക്കാം, ജമാഅത്തായിട്ട് നിസ്കരിക്കാം. റൂമിൽ വെച്ചിട്ട് റൂമെന്ന് ഉദ്ദേശിക്കുന്നത് ടെൻറ്റിൽ വെച്ചിട്ട് ഓരോരുത്തർക്ക് എന്ത് ചെയ്യാം? ആ ടീമിന് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. ജമ്മില്ല, കസർ മാത്രമേ ഉള്ളൂ കേട്ടോ. ജമ്മും കസറാക്കരുത്, കസർ മാത്രമേ ഉള്ളൂ. സുന്നത്ത് നിസ്കാരങ്ങളില്ല എന്ന് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ഒഴിവാക്കാത്ത 2 സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അതേതൊക്കെ? സുബഹിൻ്റെ മുൻപും രാത്രി നിസ്കാരവും. അത് നിസ്കരിക്കാം. ചില റിപ്പോർട്ടിൽ കാണാം ദുഹാ നിസ്കാരം, അത് നമസ്കരിക്കാം. ബാക്കി റവാത്തിബ് നിസ്കാരങ്ങളൊന്നുമില്ല, അവിടെ വെച്ച് പാടില്ല. ഇശാ കഴിഞ്ഞാൽ നേരത്തെ ഉറങ്ങണം അന്നത്തെ ദിവസം. ഇന്ന് ഏത് ദിവസമാണ്? നിങ്ങളെൻ്റെ ഒപ്പില്ലേ? 8 ദുൽഹിജ്ജ് 8 കേട്ടോ. അന്ന് ഇശാ കഴിഞ്ഞാൽ വേഗം ഉറങ്ങണം. അന്ന് പോലെ ആ മനുഷ്യനെ പോലെ എന്ത് ചെയ്യാൻ പാടില്ല? മൊബൈലും പിടിച്ച് ഇങ്ങോട്ടാക്കി പിന്നെ കഴിയുന്നത്ര വേഗം ഉറങ്ങാം. കാരണം എന്താ? പിറ്റേ ദിവസം നമ്മൾ എവിടേക്ക് പോകണം? അറഫയിലേക്ക് പോകണം. അന്നാണ് അവിടെ നിന്ന് പ്രാർത്ഥിക്കലാണ് പണി, യാത്രയാണ് പണി, തിരിച്ചവിടെ നിന്ന് നടക്കലാണ് പണി. അപ്പം അതുകൊണ്ട് രാത്രി ഉറക്കൊഴിവാക്കി ക്ഷീണാക്കണ്ട. മനസ്സിലായോ? ളുഹർ മുതൽ ഇശായിൻ്റെ സമയം വരെ ഇബാദത്ത് ഉദ്ദേശിക്കുന്ന ദുആകൾ, ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ, സ്വലാത്തുകൾ, അതൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടണം. കാരണം ആഗ്രഹങ്ങൾ കിട്ടുന്ന സ്ഥലമല്ലേ? നമ്മുടെ മനസ്സിലുണ്ടാവും കേട്ടോ. മിന എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹങ്ങൾ ചോദിക്കേണ്ട സ്ഥലമാണ്. അതെ. അപ്പം അതുകൊണ്ട് കഴിയുന്നത്ര എന്ത് ചെയ്യണം? നേരത്തെ ഉറങ്ങണം. എന്നാലേ നേരത്തെ എഴുന്നേറ്റ് എവിടെ പോകാൻ പറ്റുള്ളൂ? ടോയ്ലറ്റിൻ്റെ അവിടെ പോയി ക്യൂ നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ?
അറഫയിലേക്ക് പോകുന്നതിന് മുമ്പ് സുബഹിൻ്റെ മുമ്പ് നമ്മൾ തഹജ്ജുദിന് മുമ്പ് നമ്മൾ എവിടെ പോകണം? ടോയ്ലറ്റിൻ്റെ അവിടെ പോകണം. അതൊക്കെ അത് നിർബന്ധമാണ്. മനസ്സിലായോ? അതാണ് ഞാൻ ചെറിയ ബിസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചോളാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഇഹ്റാമിലാണ് കിടക്കുമ്പോൾ തല മറക്കാൻ പാടില്ല കേട്ടോ. ടെൻറ്റിൽ ഭക്ഷണം കിട്ടും, ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടും. അത് കേരളീയ ഫുഡ് ഉണ്ടാകും, മറ്റേ ഫുഡ്, അതൊന്നും പ്രശ്നമില്ല, എല്ലായിടത്തും എത്തിച്ചേരും കേട്ടോ. ഇഷ്ടം പോലെ വിതരണം ചെയ്യും. പഴയ ഫുഡ് ഉണ്ടാവും, ഇതിനെ ബാധിക്കും. അതൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കും, ദുബായിൽ നിന്നൊക്കെ ഫുഡ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ എടുത്ത് പോകുന്ന ടീമുണ്ട്, വലിയ കമ്പനികൾ. അതെ 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 അതെ. ശരി, ദുൽഹിജ്ജ 9 അറഫ ദിവസം. അപ്പോൾ ദുൽഹിജ്ജ 8 കഴിഞ്ഞു. ദുൽഹിജ്ജ 8 എന്തൊക്കെ ചെയ്തു? ളുഹറിന് മുൻപ് മിനയിലേക്കെത്തി. ളുഹർ, അസർ, മഗ്രിബ്, ഇഷ എന്ത് ചെയ്തു? മഗ്രിബ് കസറില്ല, മറ്റേത് 3 കസറാക്കി നിസ്കരിച്ചു. പിന്നെ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം സുബഹിയും കഴിഞ്ഞ് നമ്മൾ എവിടെ പോകും? അറഫയിലേക്ക് പോകും. അറഫ ദിവസം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ കയ്യിലുണ്ടായിക്കോട്ടെ കേട്ടോ. ചെറുത് മതി, ചെറിയൊരു തോർത്തൊക്കെ നല്ലതാണ്. ഓക്കെ, നോട്ട്സ് ഞാൻ ഉദ്ദേശിച്ചതേ, ചിലപ്പോൾ നമ്മളെ പ്രാർത്ഥനകളുടെ ബുക്കൊക്കെ ഉണ്ടാവും, രാവിലെ വൈകുന്നേരമുള്ള ദുആകളൊക്കെ എല്ലാം നമുക്ക് ബൈഹാർട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ഖുർആനിലെ പ്രാർത്ഥനകൾ അതൊക്കെ നല്ലതാണ്. ചിലപ്പോൾ മൊബൈലിൽ നോക്കി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ മൊബൈലിലെ ചാർജ് പോയിട്ടുണ്ടാവും, അതൊക്കെ പ്രശ്നമാണ്. അറഫയിലേക്ക് സുബഹി നമസ്കാര ശേഷം പുറപ്പെട്ട് ളുഹറിന് മുൻപായി എത്തണം. മിനയിൽ നിന്ന് അറഫയിലേക്ക് 13 കിലോമീറ്റർ ഉണ്ട്. മിനയിൽ നിന്ന് അറഫയിലേക്ക് ഏകദേശം 46 റോഡുകളുണ്ട്. മിനയിൽ നിന്ന് അറഫയിലേക്ക് നടന്നു പോകാൻ വലിയ ടീമുണ്ടെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ ബസ്സിൽ ടീമായിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ആവാം. അതൊക്കെ സൗകര്യം പോലെ ചെയ്യാം. സുബഹി നമസ്കാര ശേഷം പുറപ്പെട്ട് ളുഹറിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? അവിടെ എത്തണം. അറഫ മൈതാനം എന്ന് പറഞ്ഞാൽ, അറഫ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം മനസ്സിലാക്കി എന്നാണ്. തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി എന്നാണ് അർത്ഥം. 2 വിശദീകരണമാണ്, അതല്ലാതെ വേറെ കാണുന്നുണ്ട്. പ്രധാനമായി 2 വിശദീകരണമാണ്. നമ്മുടെ തെറ്റുകൾ സ്വയം മനസ്സിലാക്കി ഏറ്റുപറയുന്നൊരു സ്ഥലമാണത്. അതങ്ങോട്ട് അവിടെ പറയാത്ത ഒരു തെറ്റുണ്ടാവരുത്. ജീവിതത്തിലെ ഏറ്റവും ഓർമ്മയിലുള്ള, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഏറ്റു പറയണം. കൈകൾ ഉയർത്തി കരഞ്ഞ് പറയണം. പറഞ്ഞ് അങ്ങനെ പറയണം. അറഫയിൽ കണ്ണുനീര് വീഴാത്ത ഒരു ഹാജി ഉണ്ടാവരുത്, ഉണ്ടാവില്ല. അറഫയിൽ കണ്ണുനീര് വീഴാത്ത ഒരു ഹാജി ഉണ്ടാവരുത്. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും അറഫയിൽ സാക്ഷിയാക്കി പോരാൻ നമുക്ക് സാധിക്കണം. അതാണ് എല്ലാ തെറ്റും ഏറ്റുപറയുന്ന സ്ഥലം. മറ്റൊന്ന്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ആദമും ഹവ്വയും വീണ്ടും കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ. അതുകൊണ്ടാണ് അറഫ എന്ന് പേര് വരാനുള്ള കാരണമെന്നും പറയപ്പെടുന്നു. അല്ലാഹു ആലം. ഇതൊരു നോക്കിയങ്ങൾ, ഇതും മനുഷ്യന്മാരാണ്. ഇത് ജബൽ അറഫയാണ്. അവിടെ ഉള്ള കാണൂല അതിനൊന്നും. ആകാശത്തു നിന്നുള്ളൊരു വ്യൂ ആണത്, അല്ലേ? മനുഷ്യന്മാരിങ്ങനെ നിന്നിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ടെൻറ്റുകളൊക്കെ ഉണ്ടാവാം. ടെൻറ്റുകളിൽ നമുക്ക് അതിനുള്ള ടെൻറ്റ് ഉദ്ദേശിക്കുന്ന പന്തലാണ് കേട്ടോ. പക്ഷേ അവിടെ നമുക്ക് കുറച്ചൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഒരു വെയിലാറുമ്പോൾ എന്ത് ചെയ്യണം? കഴിയുന്നതും പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നമുക്ക് എവിടെയാണോ പോയി നിൽക്കാൻ പറ്റുന്ന സ്ഥലം അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അതാണ് അറഫ. കണ്ടോ, അവിടെ ഒരു മസ്ജിദുൻ നമീറയുണ്ട്. മസ്ജിദുൻ നമീറ അറഫയിലെ പള്ളിയുടെ പേരാണ് മസ്ജിദുൻ നമീറ. ഈ പള്ളിയിൽ വെച്ചാണ് ഖുതുബ നടക്കുക. അറഫ ഖുതുബ എന്ന് കേട്ടിട്ടില്ലേ? ഈ പള്ളിയിൽ വെച്ചാണ്. അവിടെ വെച്ചുള്ള നമസ്കാരം, ആ ഖുതുബക്കും അന്നത്തെ നിസ്കാരം ഉണ്ടല്ലോ, ളുഹറും അസറും ജമ്മും കസറുമായി നിസ്കരിക്കണം. അതാണ് അറഫയിൽ നിസ്കാരം. ളുഹറും അസറും ജമ്മും കസർ 2+2. മനസ്സിലായോ?
ഇത് നിസ്കരിക്കാൻ മാത്രമാണ് ഈ പള്ളി. വേറെ ഒരു വക്കത്തോടെ നിസ്കരിക്കില്ല. പെരുന്നാൾ നിസ്കാരമില്ല, പിന്നെ വക്കത്തുകളില്ല. ആകെ അറഫ ദിവസം ളുഹറും അസറും ജമ്മും കസറാക്കി നിസ്കരിക്കാനും അറഫ ഖുത്ബ പറയാനും മാത്രമുള്ള പള്ളി. പള്ളിയുടെ പേരെന്താ? മസ്ജിദുൻ നമിറ. അറഫയിലുള്ള പള്ളിയാണ് കേട്ടോ. അവിടുത്തെ നിസ്കാരം ളുഹറും അസറും ജമ്മും കസറുമായി. മിനയിൽ എങ്ങനെയായിരുന്നു? കസറാക്കിയിട്ടാണ് നിസ്കരിച്ചത്, ജമ്മില്ല. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കഅബക്ക് നേരെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി റസൂലുള്ളാഹിൻ്റെ തട്ടങ്ങനെ നിലത്തേക്ക് വീഴുന്നൊക്കെ ഹദീസിൽ പഠിച്ചിട്ടില്ല നമ്മൾ. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു എടുത്ത് കൊടുത്തൊക്കെ. അപ്പോൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഏറ്റവും ശക്തമായ സമയം ളുഹർ മുതൽ അസർ വരെയാണ്. നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയം അല്ലേ? ഏറ്റവും ശക്തമായ സമയം അറഫയിലെ ദുആകളിൽ കഅബക്ക് നേരെ തിരിഞ്ഞ് കൈകൾ ഉയർത്തി അള്ളാഹുവോട് ദുആ ചെയ്യണം. ഓക്കെ, കരഞ്ഞ് പ്രാർത്ഥിക്കണം പടച്ച റബ്ബിനോട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരയാത്തൊരു കണ്ണും അറഫയിലുണ്ടാകരുത്. നേരത്തെ കേട്ട ഹദീസാണ് അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. പ്രത്യേകത എന്ന് വെച്ചാൽ ഹജ്ജിൻ്റെ മറ്റു കർമ്മങ്ങളൊക്കെ വിട്ടുപോയാലും അതിന് ഫിദിയ കൊടുത്താൽ എന്താവും? അത് പരിഹരിക്കപ്പെടും. പക്ഷേ ഒരാൾ ഹജ്ജിന് പോയിട്ട് അറഫയിൽ പോയി നിൽക്കാൻ ഭാഗ്യം ലഭിച്ചില്ലെങ്കിലോ പിന്നെ അവന് ഹജ്ജില്ല. അതുകൊണ്ടാണ് അവിടുത്തെ ഗവൺമെൻറ് ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടി വന്നൊരു മനുഷ്യൻ ICUവിൽ കിടക്കുകയാണെങ്കിൽ പോലും, വെന്റിലേറ്റർ ആണെങ്കിൽ പോലും എല്ലാവിധ സൗകര്യങ്ങളുള്ള ആംബുലൻസിൽ എന്തെയും ഒരു ചെറിയ സെക്കൻഡെങ്കിലും ആംബുലൻസിൽ കൊണ്ടുവന്ന് അറഫയിലേക്ക് ആ ബൗണ്ടറിയിലേക്ക് ഒന്ന് കയറ്റി അവിടെ നിർത്തി തിരിച്ചു കൊണ്ടുപോകും ഹജ്ജ് കിട്ടാൻ. മനസ്സിലായോ? അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസത്തെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് ഖൈറുദ്ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും ശക്തമായ പ്രാർത്ഥന അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ്. അന്നത്തെ ദിവസം വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അറഫയിൽ വെച്ച് ദുആ ചെയ്തത്. മനസ്സിലായോ? നമുക്ക് ബൈഹാട്ടുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ഏറ്റവും പവിത്രമായ ഭൂമിയാണ്, പുണ്യമുള്ള പകലാണ്. ഹദീസിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ ഓരോന്നും ഞാൻ പറയുന്നില്ല. ആ ദിവസം ഈ ഭൂമിയിൽ ഏറ്റവും അഫ്ളലാക്കപ്പെട്ട സ്ഥലം, ശ്രേഷ്ഠമായ ഇബാദത്തുകൾക്ക് കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന കേന്ദ്രം. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ അടിമകളെ നോക്കി അഭിമാനത്തോടുകൂടി പറയുന്നതാണ്, നോക്ക് എൻ്റെ അടിമകൾ കണ്ടോ, അവരുടെ ദേഹമൊക്കെ പൊടിപുരണ്ട്, വസ്ത്രമൊക്കെ പൊടിപുരണ്ട് വന്ന് നിൽക്കുന്നത് എന്ന് മലക്കുകളോട് അഭിമാനത്തോടുകൂടി പറയുന്ന സ്ഥലം കണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിനയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ പൊടിയും അതേപോലെ തന്നെ ഡ്രസ്സും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നജസല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, അതൊന്നും ഒഴിവാക്കണ്ട. കാരണം അങ്ങനെയാണ്, അങ്ങനെ പൊടി പുരണ്ട് പൊടി ആക്കിയിട്ട് പോകണമെന്നല്ല, യാത്രയിൽ കുറച്ച് മുഷിയും ക്ഷീണം ഉണ്ടാകും, പൊടിയൊക്കെ ഉണ്ടാകും. അങ്ങനെ പോയി ശരീരവും ഇതൊക്കെ ആയിട്ട് ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണെന്നാണ് കണ്ടോ. അള്ളാഹു പറയുന്ന വാക്കാണ് ഉൻദുറു ഇലാ ഇബാദി ശുഅസൻ ഗുബറ. കണ്ടില്ലേ, മലക്കുകളോട് പറയാണ് അള്ളാഹു, കണ്ടില്ലേ എൻ്റെ അടിമകൾ പൊടി പുരണ്ട് വസ്ത്രത്തിലൊക്കെ ആയി വന്ന് നിൽക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും ഹ ഉലാ ഇബാദി ജാഊനി ശുഅസൻ ഗുബറ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അവരെത്തിപ്പെട്ടിട്ടുണ്ട് അവിടെ പ്രയാസപ്പെട്ടിട്ട്. അവരെന്തിനാ വന്നെന്നറിയോ? യർജൂന റഹ്മതി, എൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. വയഖാഫൂന അസാബി, എൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞൊരു വാക്കുകൾ വലം യറൗനി, അവരെന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അള്ളാഹു മലക്കുകളോട് പറയാണ്, അവരെൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് എൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് വന്നാണ്. അവരിന്ന് വരെ എന്നെ കണ്ടിട്ടില്ല. എന്നിട്ട് പറയാണ് ഫകൈഫലം റഔനി, ഇനി എന്നെ കണ്ടാലപ്പം എന്തായിരിക്കും അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഹദീസാണ്. ഞാൻ അത് ഓരോ കാര്യങ്ങൾ പറയുന്നില്ല. ആ സമയത്ത് ദുആ ചെയ്താൽ അവൻ്റെ ഈ പാപങ്ങൾ കടലിലെ നുരയോളം ഉണ്ടെങ്കിലും എത്ര വലുതാണെങ്കിലും എന്ത് ചെയ്യും, അതൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. അവിടെ പോയി ദുആ ചെയ്താൽ. അതുകൊണ്ടാണല്ലോ ഉമ്മ പ്രസവിച്ച് പുറത്തു വരുന്ന കുട്ടിയെ പോലെ വരും എന്ന് പറഞ്ഞത്. അവിടെ പോയി അറഫയിൽ നിന്ന് പോരുന്നതോടെ അവൻ എന്തായി കഴിഞ്ഞു. അതുവരെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതൊക്കെ എന്തായി പൊറുക്കപ്പെട്ടു എന്നാണ്.
കണ്ടോ, എത്ര വലിയ പാപങ്ങളായാലും. അന്നാണ്, അറഫാ ദിവസത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. കാരണം ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, അള്ളാഹിൻ്റെ അടുത്ത് ലിസ്റ്റ് ഉണ്ടാവും നരകത്തിൻ്റെ അവകാശികളായ ആ അവകാശി, അങ്ങനത്തെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ അവരെ അവിടെ എത്തിപ്പെട്ടു എന്ന കാരണത്താൽ എന്ത് ചെയ്യും, അള്ളാഹു മോചിപ്പിക്കും. അവിടെ എത്തിപ്പെട്ടവരെ മാത്രമല്ല, അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഫഖദ് ഗഫർതു ലക്കും വലിമൻ ശഫഅതും ലഹു. അവർക്ക് മാത്രമല്ല, അവരാർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തോ അവർക്കും പുറത്തു കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ അവിടെ എത്തിപ്പെട്ട ദുആ ചെയ്തവർക്കും അവർ ആർക്ക് വേണ്ടി ദുആ ചെയ്തോ അവർക്കും എന്ത് ചെയ്യും, പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് സിറാജിക്കല്ല നേരത്തെ പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ സംഭവം. ഇപ്പോൾ പോകുന്നവരോട് നമുക്കും പറയാനുള്ള വസിയത്ത് അതാണ്. ഓർമ്മയുണ്ടെങ്കിൽ പേരെടുത്ത് ദുആ ചെയ്യുക, അല്ലേ? അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ദുആ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ജബലുർ റഹ്മയാണ് ഇത്, പ്രത്യേകിച്ച് പുണ്യമുള്ളൊന്നുമല്ല. ഈ ഒരു പർവ്വതത്തിൻ്റെ പേര് ജബലുർ റഹ്മ എന്നാണ്. ഇവിടെയാണ് ദീൻ പൂർത്തിയായത്. അലിയവും അക്മൽതു ലക്കും എന്നുള്ള ആയത്തിറങ്ങിയത് ഇവിടെയാണ്, അറഫാ ദിവസത്തിലാണ്. മനസ്സിലായോ? ജബലുർ റഹ്മ, ജബലു അറഫ എന്നും അതിന് പേര് പറയപ്പെടും. ഒരു സ്തൂപമുണ്ട് അവിടെ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പല ആളുകളും പേര് എഴുതിയിട്ടാൽ എൻ്റെ ആഗ്രഹം സാധിക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന സ്ഥലം, ഒരു കാര്യമില്ല അതുകൊണ്ടൊന്നും. ഹാജിമാർ അറഫ നോമ്പ് എടുക്കണ്ട, ഹാജിമാർക്ക് അറഫ നോമ്പില്ല. അറഫ നോമ്പ് ആർക്കാണ്? അവിടെ എത്താത്ത, ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്കുള്ളതാണ് അറഫ നോമ്പ്. അന്ന് അപ്പോൾ അറഫ കഴിയാണ് കേട്ടോ, അറഫ കഴിയാണ്. മുസ്ദലിഫയിലേക്ക് പോകണം. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അഥവാ മഗ്രിബിൻ്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണ്ട, അവിടെ വെക്കണ്ട. പിന്നെ അവിടെ നിന്ന് മഗ്രിബ് നിസ്കരിക്കാതെ മുസ്ദലിഫയിലേക്ക് പോകണം. സമയമായാൽ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞ ഏക സ്ഥലമാണ് ഏത്? അറഫയിലെ മഗ്രിബ് നിസ്കാരം. അത്ഭുതങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ മീനയിൽ കുറേ സമയമുണ്ട്, അവിടെ 2 മതി എന്ന് പറഞ്ഞു. അറഫ വന്ന ഏറ്റവും പുണ്യമുള്ള സ്ഥലം, അവിടെ ജമ്മും കസറാക്കാൻ പറഞ്ഞു, അല്ലേ? അവിടെ മഗ്രിബ് നിസ്കരിക്കണ്ട, സമയമായിട്ട് നിസ്കരിക്കണ്ട. എവിടേക്ക് പോകണം? മുസ്ദലിഫയിലേക്ക് പോകണം. സൂര്യൻ അസ്തമിച്ച് ഉടനൊന്നും പോകണമെന്നൊന്നുമില്ല. ചില ആളുകൾ അസറിന് ശേഷമൊക്കെ പോയി തുടങ്ങും. സൂര്യൻ അസ്തമിച്ച് രാത്രിയായാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് വൈകിട്ടാലും. സാധാരണ മുസ്ദലിഫയിൽ പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റും പ്രശ്നമൊക്കെ ഉള്ള ആൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അറഫയിൽ നിന്ന് തന്നെ കഴിഞ്ഞിട്ട് പോയാലും മതി. അത് ഓരോ ടീമിനനുസരിച്ചാണ്, നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളുടെ ടീം പറയും. അപ്പോൾ നമ്മളെ കർമ്മവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, അന്ന് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ, ഇതേതാ ദിവസം? ദുൽഹിജ്ജ 9. അന്ന് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ മുസ്ദലിഫയിലേക്ക് മഗ്രിബ് നിസ്കരിക്കാതെ പോകണം. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് 8 കിലോമീറ്റർ ഉണ്ട്. അത് കിലോമീറ്റർ വരെ ഏകദേശം കണക്കാണ് കേട്ടോ, കാരണം അതിൻ്റെ ബൗണ്ടറി അനുസരിച്ച് ചിലപ്പോൾ 5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവാം. മനസ്സിലായോ? ചിലപ്പോൾ അറഫേൻ്റെ ഈ അറ്റത്ത് നിന്ന് എൻഡിൽ നിന്ന് ഈ അറ്റത്ത് നിന്ന് മിനേൻ്റെ തൊട്ടടുത്തേക്ക് എത്തുമ്പോൾ, അല്ല മുസ്ദലിഫേൻ്റെ തൊട്ടടുത്തേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ 5 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അത് 10ഉം 12ഒക്കെ ആവും, രണ്ടറ്റത്താണെങ്കിൽ, അല്ലേ? അപ്പോൾ ഒരു ഏകദേശം 8 കിലോമീറ്റർ അവിടെ ഉണ്ടാവും. അന്ന് നടന്നു പോകുന്നവരുണ്ട്, വാഹനത്തിൽ പോകുന്നവരുണ്ട്, അതൊക്കെ അവിടുത്തെ സൗകര്യം പോലെ ചെയ്യാം. മുസ്ദലിഫയിൽ മഗ്രിബും ഇശാവും ജമ്മും കസറുമായി നിസ്കരിക്കണം. 3+2. മുസ്ദലിഫയിൽ മഗ്രിബും ഇശാവും ജമ്മും കസറുമായി നിസ്കരിക്കണം. ഇനി എന്താ നമുക്ക് മുസ്ദലിഫയിൽ ചെയ്യാനുള്ളത്? മുസ്ദലിഫയിൽ ഒരു പള്ളിയുണ്ട്, മഷ്അറുൽ ഹറാം എന്നാണ് ആ പള്ളിയുടെ പേര്. മഷ്അറുൽ ഹറാം ആ പള്ളിയുടെ പേരാണ്. ദുൽഹിജ്ജ രാത്രി 9 അന്ന് രാത്രി മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നാണ്. നമ്മൾ ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയാറില്ലേ, മുസ്ദലിഫയിൽ രാപ്പാർക്കല, അങ്ങനെ പറയാറ്. മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ അറിയോ? അടുക്കുന്ന സ്ഥലം എന്നാണ്. അടുക്കുന്ന സ്ഥലം. നേരത്തെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹിനോട് പറഞ്ഞു. അറഫയെ പോയിട്ട് എല്ലാം എന്താക്കി, കഴുകി ശുദ്ധിയാക്കി ഏറ്റു പറഞ്ഞു. ഇനി മുസ്ദലിഫയിൽ വന്ന അപ്പോഴേക്ക് എന്തായി, നമ്മളോട് അള്ളാഹുമായിട്ട് അടുത്ത് കഴിഞ്ഞു. ഇനി പടച്ചോനെ ഓർത്തൊക്കെ എടുക്കാൻ പോവാണ് നമ്മൾ. മനസ്സിലായോ? നേരത്തെ മിനയിലൊരു ടെൻ്റ് ഉണ്ടായിരുന്നു കിടക്കാൻ, ഇവിടെ എന്തില്ല, ഒന്നുമില്ല. എവിടാണോ സ്ഥലം അവിടെ ആ ഷീറ്റ് വിരിച്ച് അവിടെ അങ്ങോട്ട് കിടക്കും. അതെ അതെ, എത്ര ടയേർഡ് ഒന്നൊക്കെ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ അറിയില്ല. ആ ലൈറ്റ് ഒന്ന് കിടത്തിയാൽ ഉറങ്ങട്ടെ നിങ്ങൾ എന്ന് പറയില്ല നമ്മൾ. ഒന്ന് മക്കളോട് മിണ്ടായിരിക്കാൻ പറയും, ആ സൗണ്ടൊന്ന് കുറക്കും, ഉറക്കം വരില്ല എന്ന് പറയാറില്ലേ. ഒന്നും ഉണ്ടാവില്ല അവിടെ. സൗണ്ട് ഉണ്ടാവില്ല എന്നല്ല, സൗണ്ടും ഉണ്ടാവും, ലൈറ്റും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, തൊട്ടപ്പുറത്ത് ശബ്ദമൊക്കെ ഉണ്ടാവും. അതൊന്നും അറിയില്ല.
ഷീറ്റ് വിരിക്കുക, കിടക്കുക, അല്ലല്ല ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങും, അവിടെ നല്ല സ്വപ്നം കണ്ട് ഉറങ്ങും. കുറേ സ്വപ്നങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന്. കാരണം എല്ലാം പോയില്ലേ, ഇനിയൊന്നുമില്ലല്ലോ. അള്ളാഹുമായിട്ട് അടുക്കുന്ന ഒരു സ്ഥലം. ദുൽഹിജ്ജ് 9 മുസ്ദലിഫയിൽ പാർക്കുക. ദുൽഹിജ്ജ് 10 പിറ്റേ ദിവസം. അതിൻ്റെ പേരാണ് യൗമുൻ നഹർ അല്ലെങ്കിൽ യൗമുൽ അക്ബർ. നമുക്ക് നേരത്തെ തഹജ്ജുദ് നിസ്കരിച്ചു, സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു, സുബഹി നിസ്കരിച്ചു. ഇതിനു മുമ്പേ എഴുന്നേൽക്കണം കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ മുസ്ദലിഫയിലൊക്കെ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ ബാത്റൂം നോക്കിയിട്ട് അതിൻ്റെ അടുത്തൊന്നും കിട്ടൂല, കഴിയുന്നത്ര അടുത്തേക്ക് നീങ്ങിയിട്ട് എന്ത് ചെയ്യുക, വിരിക്കാൻ നോക്കാം. അപ്പോൾ അത്ര ഒഴിവായി കിട്ടുമല്ലോ. അപ്പോൾ ദുൽഹിജ്ജ് 10 അന്നാണ് കുറേ കർമ്മങ്ങളുള്ളത്. പക്ഷേ രാവിലെ തഹജ്ജുദ് നിസ്കരിക്കുക, സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുക, സുബഹി നിസ്കരിച്ച് വെളിച്ചം വരുന്നത് വരെ മുസ്ദലിഫയിലിരിക്കണം. സൂര്യൻ ഉദിക്കണ്ട. നമ്മൾ സുബഹി നിസ്കരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കാണുമല്ലോ, ചെറിയ വെളിച്ചം ഇങ്ങനെ വരില്ലേ, ആ വെളിച്ചം ഇങ്ങനെ വന്ന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് പോകണം, മിനയിലേക്ക് പോകണം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി മിനയിലേക്ക് പോകണം. കണ്ടോ, മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് 3 മുതൽ 8 കിലോമീറ്റർ വരെ ദൂരമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ എൻഡും സ്റ്റാർട്ടൊക്കെ നോക്കിയിട്ടായിരിക്കും. അത് നടക്കലേ ഉണ്ടാവുള്ളൂ, അതിനൊന്നും വണ്ടി ഉണ്ടാവില്ല. ഉണ്ടാവും, വണ്ടി ഉണ്ടായാൽ തന്നെ പിന്നെ അതൊന്നും എളുപ്പമല്ല. അതിനേക്കാളും നല്ല എന്തായിരിക്കും, നടക്കലായിരിക്കും. സുമ്മ അഫീൽ, അവിടെ നടക്കൊന്നും വേണ്ട. അള്ളാഹുവിൻ്റെ വാക്കൊക്കെ നിങ്ങൾ സുമ്മ അഫീലു മിൻ ഹൈസു അഫാദന്നാസ് വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. ഒഴുകിപ്പോകുന്നതാണ്, ആളുകൾ ഒഴുകും. ആ പ്രയോഗം നോക്കുങ്ങൾ, അഫീലു എന്നാണ്. അഫീൽ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകൂലേ, അതിനാണ് ഫാല യഫൂദു എന്നൊക്കെ പറയാം. വെള്ളം ഒഴുകുക, വെള്ളം ഒഴുകുന്നത് പോലെ എന്ത് ചെയ്യും, അവനിങ്ങനെ ഒഴുകിക്കോളും എന്നാണ്. അവൻ പറയേണ്ട വാക്കെന്താണ്, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. കണ്ടോ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. പക്ഷേ ഈ സമയത്തൊക്കെ നമ്മൾ തൽബിയത്ത് ചൊല്ലണം കേട്ടോ. തൽബിയത്ത് അവസാനിച്ചിട്ടില്ലേ, തൽബിയത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ല എന്നുള്ളല്ലേ. ഇഹ്റാമിൽ പ്രവേശിച്ച ആ സമയം മുതലേ തൽബിയത്തുണ്ട്. മിനയിൽ തൽബിയത്തുണ്ട്, അറഫയിൽ തൽബിയത്തുണ്ട്, മുസ്ദലിഫയിൽ തൽബിയത്തുണ്ട്, തിരിച്ചു മിനയിലേക്ക് വരുമ്പോഴൊക്കെ തൽബിയത്തുണ്ട്. തൽബിയത്ത് അവസാനിപ്പിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ. ഇതേതാ ദിവസം, ദുൽഹിജ്ജ് 10. അപ്പോൾ നമ്മൾ മിനയിലേക്ക് പോകാണ്. പോകുന്ന വഴിയിൽ കിട്ടിയാൽ പറ്റുകയാണെങ്കിൽ ചെറിയ കല്ലൊക്കെ കുറച്ച് പെറുക്കി കയ്യിൽ വെക്കാം. കാരണം അവിടെ പോയിട്ട് നമുക്ക് അവിടെ പോകണം, ജംറയിൽ പോകണ്ടേ. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എവിടെ നിന്നാണോ കിട്ടുന്നത് അത് രൂപത്തിൽ പെറുക്കി. ചില ആളുകൾക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്, മുസ്ദലിഫയിൽ തന്നെ പെറുക്കണം, മുസ്ദലിഫയിൽ തന്നെ എന്ത് ചെയ്യണം, കല്ല് പെറുക്കണം എന്നൊക്കെ ചില ആളുകൾ. അതൊന്നുമില്ല, 7 കല്ലായാൽ മതി. ചെറിയ കല്ല്, കടലമണിയോളം വലുപ്പമുള്ള, അതിനേക്കാൾ ചെറിയത് മതി എന്നാണ്. വലിയ കല്ലൊന്നും വേണം. നേരത്തെ സൗസാർ പറഞ്ഞില്ലേ, അങ്ങനെ എറിയാനൊന്നുമില്ല, അവിടെ പോയിട്ട് ഇങ്ങനെ ഇടാനേ ഉള്ളൂ. ചില ആളുകൾ ചെരുപ്പും കോട്ടൊക്കെ എടുത്ത് എറിയും ഷെയ്ത്താനെന്ന് പറഞ്ഞിട്ട്. അതൊന്നുമില്ല, ചെറിയ കല്ല് മാത്രം. ഏതാ, അതെ അതെ, എറിയുമ്പോൾ അത് നോക്കണ്ടേ. കഴിയുന്നതും നമുക്ക് പറയാം. ഈ പോകുന്ന സ്ഥലത്താണ്, മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടൊരു സംഭവം നടന്നിട്ടുള്ളത്. അതേതാ, ആനക്കലഹ സംഭവം. അബ്രഹത്ത് രാജാവ് സൈന്യവും വന്നിട്ട് കാബ പൊളിക്കാൻ വേണ്ടി വന്നിട്ട് ആനപ്പട്ടാളത്തെ തകർത്തില്ലേ. അത് വേറെ സംഭവം, ചരിത്രം ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. നിശ്വാസം സാധാരണ ഇത്തരം ശിക്ഷ ഇറങ്ങിയ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ വേഗം ചെയ്യും, നടന്നു പോകാറുണ്ട് എന്നതാണ്. ദുൽഹിജ്ജ് 10 മിനയിലാണ്. നമുക്ക് ചെയ്യേണ്ടത് ഈ 4 കാര്യങ്ങളാണ് ദുൽഹിജ്ജ് 10. അതാണ് ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞില്ല. നേരത്തെ ഒക്കെ ഒന്നും പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നുമില്ല. പോയി കിടന്നുറങ്ങുക, പോയി നിൽക്കുക, രാത്രി കിടന്നുറങ്ങുക. ദുൽഹിജ്ജ് 10 ഒന്ന് ജംറയിൽ കല്ലെറിയണം, മറ്റൊന്ന് ബലികർമ്മം നടത്തണം, 3-മത്തത് മുടി കളയണം, 4-മത്തത് തവാഫുൽ ഇഫാദ എന്ന് പറയും. എന്നാണ് തവാഫ് ചെയ്യണം, സഅയ് ചെയ്യണം. ഈ 4 കർമ്മം എന്ന് ചെയ്യണം, ദുൽഹിജ്ജ് 10 അന്ന് ചെയ്യണം. മിനയിലെത്തിയാൽ ജംറയിൽ ഏറ് തുടങ്ങുന്ന സമയം മുതൽ തൽബിയത്ത് അവസാനിപ്പിച്ചു തക്ബീർ തുടങ്ങണം. കാരണം അന്നെന്താണ്, പെരുന്നാളാണ്. കണ്ടോ, ചില റിപ്പോർട്ടിൽ കാണാം മിനയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തക്ബീറാണെന്നാണ് അന്നത്തെ ദിവസം. ചില റിപ്പോർട്ടിലുള്ളത് ജംറയിൽ ഏറ് തുടങ്ങുന്നതിന് മുമ്പ് തൽബിയത്ത് അവസാനിപ്പിച്ച്
പിന്നെ ഏറ് കഴിഞ്ഞാൽ തക്ബീർ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് കേട്ടോ. അപ്പോൾ ആ സമയം മുതൽ തക്ബീറാണ്. 3 ജംറകളാണുള്ളത്. ഒന്ന് ജംറത്തുൽ അഖബ, വുസ്ത, സുഗ്റ. ജംറത്തുൽ കുബ്ര എന്നും അതിന് പേരുണ്ട് അക്കബക്ക് കേട്ടോ. 3 ജംറകളാണ്, മനസ്സിലായല്ലോ. ഒന്ന് ജംറത്തുൽ അഖബ, ഏതാ? ഓക്കെ, 3 ജംറകളാണ്. ഒന്ന് ജംറത്തുൽ അഖബ, വുസ്ത, സുഗ്റ. ഇതാണ് ജംറ എന്ന് പറഞ്ഞാൽ, മനസ്സിലായോ? പണ്ട് ഏറ്റവും കൂടുതൽ സാധാരണങ്ങൾ കേട്ടിട്ടില്ല, അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം. ഇന്നിപ്പോൾ അങ്ങനൊന്നുമില്ല. ഇപ്പോൾ പോയി വരാൻ ഒരുപാട് കണ്ടോ നിങ്ങൾ ഈ ഇതിൽ കാണുന്ന പറ്റും. പിന്നെ നമുക്ക് പോയി കണ്ടോ പോവാനും വരാനൊക്കെ കുറേ റോഡുകളുണ്ട്, ഇങ്ങനെ ബ്രിഡ്ജുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു അപകടങ്ങളൊന്നും ഇപ്പം ഇല്ല അവിടെ. നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരാളൊക്കെ പ്രശ്നമാക്കിയാൽ ക്രമം തെറ്റുമ്പോൾ അക്രമം ഉണ്ടാവുമല്ലോ, ആ രൂപത്തിലുള്ള ഉണ്ടാവുന്നല്ലാതെ മുൻപത്തെ പോലെ അപകടങ്ങളൊന്നും സാധാരണ ജംറയിൽ തിക്കും തിരക്കും ഇത്ര ആൾക്കാർ മരിച്ചു എന്നൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്രിഡ്ജിനാഗ്രഹം മുമ്പാണ്. ഇല്ല, കേട്ടിട്ടില്ല. ആ, പോവാനും വരാനൊക്കെ വേറെ വേറെ ടൈം. അതെ അതെ അതെ. അപ്പോൾ ഇതാണ് ജംറ. ദുൽഹിജ്ജ 10 അന്ന് ലുഹാ സമയത്ത് ജംറത്തുൽ അഖബയിൽ കല്ലെറിയണം. നമ്മൾ 3 ജംറ പറഞ്ഞില്ല, ജംറത്തുൽ സുഗ്റ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ കുബ്ര. കുബ്രയാണ് അഖബ. സുഗ്റ എന്ന് പറഞ്ഞാൽ ചെറിയ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. എല്ലാം ഒരുപോലെ തന്നെ ആണെങ്കിലും ഒന്ന് സുഗ്റ, വുസ്ത എന്ന് പറഞ്ഞാൽ മധ്യത്തിലുള്ളത്, കുബ്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തുള്ളത്. അപ്പം മിനയോട് അടുത്തുള്ളതാണ് സുഗ്റ, അത് കഴിഞ്ഞിട്ടുള്ളതാണ് വുസ്ത, അത് കഴിഞ്ഞിട്ടുള്ളതാണ് കുബ്ര. കുബ്രയോടടുത്ത് കാബയാണ്, മനസ്സിലായോ? അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. അപ്പോൾ അന്ന് ലുഹാ സമയത്ത് എന്ന് പറഞ്ഞാൽ ലുഹറിന് മുമ്പായി ഇളയുച്ച സമയത്ത് എന്ത് ചെയ്യണം? ഇനി തിരക്ക് പോലെ സമയം കിട്ടിയ ആളുകൾ അതിനനുസരിച്ച് പോവുകയും ചെയ്യും. ദുൽഹിജ്ജ 10 ചെയ്യേണ്ടത് ജംറത്തുൽ അഖബയിലാണ്. അന്ന് എന്ത് ചെയ്യേണ്ടതില്ല, 3 ജംറയിൽ കല്ലെറിയണ്ട, ഒറ്റ ജംറയിലേ ഉള്ളൂ. ആ ജംറേൻ്റെ പേരെന്താ? ജംറത്തുൽ അഖബ കേട്ടോ. ദുൽഹിജ്ജ 10 അന്ന് കണ്ടോ 3 ജംറയുണ്ട്. പക്ഷേ ഇതിലെന്ത് ചെയ്യണ്ട? സുഗ്റയിലും വുസ്തയിലും കല്ലെറിയേണ്ട, അഖബയിലാണ് കല്ലെറിയേണ്ടത്. മിനയിൽ നിന്നാണ് വരാം, ഇവിടെ നിന്നാണ് വരാം. ഇത് രണ്ടും കവർ ചെയ്ത് ഇങ്ങോട്ട് പോരും, മനസ്സിലായോ? അത് രണ്ടും കവർ ചെയ്ത് വന്ന് 3ാമത്തെ അഖബയിലാണ് എന്ത് ചെയ്യുക? നമ്മൾ 3ാമത്തെ ജംറയിലാണ് കല്ലെറിയുക. ആദ്യം 2ലും കല്ലെറിയൂല. അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു 7ഓ 10ഓ കല്ലുണ്ടായിക്കോട്ടെ, കാരണം ഇനി വീണ് പോയാലും ഇനി വേറെ അന്വേഷിച്ച് നടക്കണ്ടല്ലോ. ഇനി അവിടെ പോയിട്ട് ഇനി 10 എറിഞ്ഞ് തീർക്കണ്ട, ഏണെന്ന് എറിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ജംറത്തുൽ അഖബയിലാണ് ഇതെന്നാ എറിയേണ്ടത്? ദുൽഹിജ്ജ 10 അന്ന് 7 കല്ലെറിയണം. ആദ്യ ഏറെറിയുമ്പോൾ ബിസ്മില്ലാ അല്ലാഹു അക്ബർ, ആദ്യ ഏറിൽ തുടക്കമാണല്ലോ. പിന്നെ ഓരോ പ്രാവശ്യവും അല്ലാഹു അക്ബർ എന്നിട്ട് എറിയാം, മനസ്സിലായോ? അപ്പോൾ ചെറിയ ചെറിയ കല്ലെടുക്ക, കടലമണിയോളം ചെറിയ കല്ലുണ്ടല്ലോ, ആ കല്ലെടുത്തിട്ട് പിന്നെ ബിസ്മില്ലാ അല്ലാഹു അക്ബർ, അല്ലാഹു കഴിയുന്നത് ജംറയോടടുത്ത്, എത്രത്തോളം അടുത്ത്, അല്ലെങ്കിൽ എറിയുമ്പോൾ മറ്റുള്ളവൻ്റെ തലമൊക്കെ പെടും അല്ലേ? അതില്ലായിരിക്കാൻ വേണ്ടി കഴിയുന്നവൻ്റെ അടുത്ത് ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത് കല്ലുകൾ ഈ തടത്തിൽ തന്നെ വീഴാൻ നോക്കണം, മനസ്സിലായോ? നമ്മുടെ ഏറ് എവിടെയും തട്ടാതെ പുറത്തു പോയാൽ 2ാമത് എറിയണം. ചിലപ്പോൾ നല്ല സ്പീഡിലെറിയും, ചിലപ്പോൾ നേരെ അപ്പുറത്ത് പോയിട്ടുണ്ടാവും, അതിനും എറിയും. അതല്ല, ഇതിലേക്കാണ് വീഴേണ്ടത്. എന്താ? അതെ അതെ അതെ. ഏത് ഇതിൻ്റെ അകത്തേക്ക്? ആ, ഇനി ഒരാളെറിയുമ്പോൾ ഇവിടെ തട്ടി തിരിച്ചു പോയിന്ന് വിചാരിക്കാം, അത് പ്രശ്നമില്ല. എവിടെയും തട്ടാതെ പുറത്ത് പോയാൽ എന്ത് ചെയ്യണം? 2ാമത് എറിയണം. അതേസമയത്ത് ഇവിടെ തട്ടിപ്പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല. ക്ലിയർ അല്ലേ? കുഴിയിൽ വീണാഞ്ഞ് പുറത്തു പോയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ദുൽഹിജ്ജ 10 അന്ന് 1ാമത്തെ കർമ്മം കഴിഞ്ഞു. ഏതായിരുന്നു കർമ്മം? ജംറത്തുൽ അഖബയിൽ കല്ലെറിയ. ഇനി നമ്മൾ 2ാമത്തെ കാര്യമാണ്, മനസ്സിലായോ? 2ാമത്തെ കാര്യം അതെന്താണ്? ബലിയെറുക്കണം. കല്ലെറിയുന്നിടത്ത് നേരത്തെ ഒരു ചരിത്രം പറഞ്ഞില്ലേ? എന്താ ചരിത്രം? ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇറക്കാൻ കൊണ്ടുവന്നപ്പോൾ ശൈത്താനെ ആട്ടിപ്പായിച്ച സ്ഥലം നമ്മളവിടെ പറയാണ്. എല്ലാ ആഗ്രഹങ്ങളും മിനയിൽ വെച്ച് റബ്ബിനോട് പറഞ്ഞു.
അറഫയിൽ പോയി എല്ലാം എന്ത് ചെയ്തു? ഏറ്റു പറഞ്ഞു. മനസ്സ് ശുദ്ധായി. മുസ്ദലിഫയിൽ വന്ന് പടച്ചവനോട് നന്നായിട്ടടുത്തു. ഒക്കെ വന്നിട്ട് പാപങ്ങളൊക്കെ ഒഴുകിപ്പോയി, വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകി. ഇനിയിപ്പോൾ എവിടെ വന്ന് നമ്മളിപ്പോൾ വന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാണ്? ശൈത്താനെ ഇനി എൻ്റെ അടുത്തേക്ക് വരരുത്. അതാണ് ജംറയിൽ കല്ലെറിയ. ദുൽഹിജ്ജ 10 അന്ന് ബലികർമ്മം നടത്തണം. കണ്ടോ? യഥാർത്ഥത്തിൽ 3 കാര്യങ്ങളാണ്. ഒന്ന് സ്വയം നിർവഹിക്കാം, അല്ലെങ്കിൽ വിശ്വസ്തരേൽപ്പിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കാം. അത് നിങ്ങൾ അമീർ എന്താണ് നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് ചെയ്യാം. അതെ, ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുന്ന നേരത്തെ തന്നെ ഏൽപ്പിക്കാനൊക്കെ ചെയ്യാൻ പറ്റും. അത് അവിടുത്തെ യഥാർത്ഥത്തിൽ ഈ ബലിയിറക്കുക എന്നതിന് ഖുർആൻ പ്രയോഗിച്ചൊരു പ്രയോഗം നോക്കും നിങ്ങൾ. ഹദിയ എന്നാണ്. എന്താ ഹദിയ എന്ന് പറഞ്ഞാൽ? സമ്മാനം, ഗിഫ്റ്റ്. അള്ളാഹ്ക്ക് സമ്മാനം കൊടുക്കാൻ മാത്രം നമ്മൾ ആരായി വളർന്നു എന്നാണ്. ഒന്ന് ആലോചിക്കേ, അള്ളാഹുവിന് സമ്മാനം കൊടുക്കാൻ മാത്രം അള്ളാഹു നമ്മളെ വളർത്തി. അതാണ് ഹജ്ജ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തേക്ക് ഒന്നും കൂടെ വാ. ഇവിടുത്തെ പാലസിലേക്ക് സുൽത്താൻ വിളിച്ചിട്ട് ആ സുൽത്താൻ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അതിനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയാൽ എന്തായിരിക്കും സന്തോഷം? അങ്ങനെയല്ലേ? ഗിഫ്റ്റ് കിട്ടുന്നതും കൊടുക്കുന്നതും സന്തോഷമല്ലേ? അള്ളാഹുവിന് ഗിഫ്റ്റ് കൊടുക്കാണ്. അതിന് മാത്രം അള്ളാഹു എന്ത് ചെയ്ത് അവനെ വളർത്തിയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണക്കാരായ ഒരാൾക്ക് പോയിട്ട് നേരെ പോയിട്ട് പാലസിൽ പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിന് പ്രത്യേകമായിട്ട് വിളിച്ചു വരുത്തണം, അയാൾ അവിടെ നിയോഗിക്കപ്പെടണം അല്ലേ? അതിന് യോഗ്യനായിരിക്കണം. അള്ളാഹുവിന് ഗിഫ്റ്റ് കൊടുക്കാൻ മാത്രം അള്ളാഹുവിനെ എന്താക്കിയിട്ടുണ്ട്? യോഗ്യനാക്കിയിട്ടുണ്ട്. ഇതായത്ത് ആയത്താണ്. ആയത്താണ്. അപ്പോൾ 2 കർമ്മം കഴിഞ്ഞു. ഒന്നെന്താ? ജംറയിൽ കല്ലെറിഞ്ഞു. രണ്ടാമത്തേത് ബലിയറുത്തു. ബലിയിറക്കുക എന്ന് പറഞ്ഞാൽ ആരെയാണ് ഏൽപ്പിക്കുന്നത് അവരെ ഏൽപ്പിച്ചാൽ ആ പണി കഴിഞ്ഞു. മൂന്നാമത്തേത് മുടി കളയലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഉംറയിൽ നിന്ന് തഹല്ലുലാകുന്നത് പോലെ തന്നെ ഇതിന് നമ്മൾ എന്ത് ചെയ്യാം? മൂന്നാമത്തെ കാര്യമാണ് മുടി കളയുക. അത് സൗകര്യം പോലെ ചെയ്യാം. കണ്ടോ? മുടി കളയുന്നതിലൂടെ ഒരു ഹാജിയുടെ ശരീരത്തിലെ മുഴുവൻ മ്ലേച്ഛതകളും ഇവിടെ ചാവിട്ട് പോയിട്ടുണ്ട് കേട്ടോ. മാലിന്യങ്ങളും അതോടെ നിലത്ത് വീഴും. മനസ്സിലായോ? ആ കണ്ടോ? ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാണ്? ഇതിലൂടെ അങ്ങോട്ട് പോവാണ്. കണ്ടോ? ബലിയറുത്തപ്പോൾ അള്ളാഹു നമ്മളോട് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ബലിയറുക്കുമ്പോൾ ആരെ മനസ്സിലേക്ക് വരേണ്ടത്? ചരിത്രം ഏതാ? ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും. ഇതാ എൻ്റെ എല്ലാ പടച്ച റബ്ബേ, നിനക്കിഷ്ടമില്ലാത്ത എല്ലാ ആഗ്രഹങ്ങളും ഞാനിവിടെ അറുത്ത് കളയാണ്. അത്തരം ആഗ്രഹങ്ങളായിട്ട് ഞാനും ആ ആഗ്രഹങ്ങൾ ഒരു ബന്ധവുമില്ല. അതാണ് ബലികർമ്മം. മുടി കളയുന്നതിലൂടെ എല്ലാ മ്ലേച്ഛതകളും എല്ലാ അഴുക്കുകളും പോവാണ്. ഇനി ഒന്നുമില്ല. മനസ്സിലായോ? ഇനിയുള്ളത് തവാഫ് ചെയ്യലാണ്. അപ്പോൾ 3 കാര്യം കഴിഞ്ഞു. 4 കാര്യം പറഞ്ഞില്ലേ ഞാൻ? അതിൽ 3 എണ്ണം കഴിഞ്ഞു. ഏതൊക്കെ? കല്ലെറിഞ്ഞു, ബലികർമ്മം നടത്തി, മുടി മുറിച്ചു. ഇനി നാലാമത്തതാണെന്ത്? തവാഫ് ചെയ്യുക, സഅയ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഅബയിലേക്ക് പോയി തവാഫ് ചെയ്ത് അതേപോലെ തന്നെ സഅയും ചെയ്ത് തിരിച്ചെന്ത് ചെയ്യണം? മിനയിലേക്ക് തിരിച്ചെത്തണം. അന്ന് രാത്രിക്ക് മുമ്പായി മിനയിലേക്ക് തിരിച്ചെത്തണം. മനസ്സിലായോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. വേണമെങ്കിൽ ജംറയിലെ ഏറ് കഴിഞ്ഞാൽ നമുക്ക് തവാഫിന് പോകാം. ജംറയിലെ ഏറ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞെന്താണ് നമ്മൾ? അത് രണ്ടും മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓൾറെഡി അറവിനെ നമ്മൾ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നം വരില്ല. ഇനി അതല്ല, അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം വെയിറ്റ് ചെയ്താലും 2-3 ദിവസം അയ്യാമത്തെ ശരിക്കിൻ്റെ മറ്റു ദിവസങ്ങളിൽ ചെയ്യാമല്ലോ. ആ ദിവസങ്ങളിൽ പോയിട്ട് ചെയ്യാം. അതെന്താ ആ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ ജംറയിലെ ഏറ് കഴിഞ്ഞാൽ നമുക്ക് നേരെ തവാഫിന് പോകാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, മിനയിൽ നിന്ന് ആദ്യത്തെ ജംറ ഏതാ? ജംറത്തുൽ സുഗ്റ. രണ്ടാമത്തെ ജംറ ജംറത്തുൽ വുസ്ത. മൂന്നാമത്തെ ജംറ ജംറത്തുൽ അഖബ. അത് കഴിഞ്ഞിട്ട് അതേ റൂട്ടാണ് എവിടേക്കുള്ളത്? കഅബയിലേക്ക്, മക്കയിലേക്കുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അത് എളുപ്പമാണ്, നടന്നു പോകാൻ എളുപ്പമാണ്. അത് കഴിഞ്ഞ് തവാഫ് സഅയ് കഴിഞ്ഞ് നല്ല ടൈം എടുക്കും കേട്ടോ. കാരണം ഇപ്പം ജംറയ്ക്ക് പോകുന്നതന്നെ എപ്പോഴാണ്? ളുഹറിൻ്റെ സമയത്തായിരിക്കും. ളുഹറിൻ്റെ ആ ജംറ കഴിഞ്ഞ് തവാഫും സഅയ് കഴിയുമ്പോഴേക്ക് ഏകദേശം വൈകുന്നേരമായിട്ടുണ്ടാവും. മനസ്സിലായോ?
അപ്പോൾ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊക്കെയാണ് റൂമെങ്കിൽ അവിടെ പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി കിടന്ന് ഉറങ്ങാൻ നിൽക്കേണ്ട, ഉറങ്ങിയാൽ അങ്ങനെ കിടന്നുറങ്ങിപ്പോവും. പിന്നെ മിനേക്ക് എത്തിയില്ലെങ്കിൽ എല്ലാം കൂടി പോവും. മനസ്സിലായോ? മിനേക്ക് രാത്രിക്ക് മുമ്പായി എവിടെ എത്തണം? മിനയിലേക്ക് എത്തണം. ഉറക്കം എവിടെ ആയിരിക്കണം? രാത്രി ഉറക്കം മിനയിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് പോയി ഫ്രഷായി കുളിച്ച് റെഡിയായിട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡ്രസ്സ് ഉണ്ടെങ്കിൽ പെരുന്നാളല്ലേ ഡ്രസ്സൊക്കെ ഇട്ട്. കാരണം അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ തിരിച്ചു പോരാം. തവാഫിന് പോയാൽ രാത്രിക്ക് മുൻപായി മിനയിലേക്ക് തിരിച്ചെത്തണം. ഉറങ്ങേണ്ടത് എവിടെയാണ്? മിനയിലേക്കാണ്. തവാഫ് അയ്യാമു തശ്രീക്കിൻ്റെ ഏത് ദിവസവും ആവാം. ഇനി അന്ന് തന്നെ തവാഫിന് പോകണ്ടെന്നർത്ഥം, നിർബന്ധമില്ലാന്ന്. പിറ്റേ ദിവസമായാലും പോയാൽ മതി, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായാലും തവാഫിന് പോയാൽ മതി. ക്ലിയർ ആണോ? അതാണ് ഞാൻ അടുത്ത് പറയാമെന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറയാൻ പോയിട്ട് വിട്ടില്ലേ? ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഓക്കെ. ഇതിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ ചെയ്താൽ തഹല്ലുലാകും. ഏത് 4 കാര്യം? ജംറയെ കല്ലെറിയുക, മുടി കളയുക, അറവ് നടത്തുക, തവാഫ് ചെയ്യുക. ഇതിൽ 2 എണ്ണം ചെയ്താൽ ഓൾറെഡി തഹല്ലുലായി. ഓൾറെഡി നമ്മൾ ജംറയെ കല്ലെറിഞ്ഞു ഒന്ന്, മറ്റൊന്നെന്താണ്? അറവിനും കൊടുത്ത് ഓൾറെഡി തഹല്ലുലായി. മനസ്സിലായോ? വേണമെങ്കിൽ നമുക്ക് തവാഫിന് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാം? മുടി മുറിക്കുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ആ ഒരു സംശയം തന്നെ അവിടെ ഇല്ല കേട്ടോ. ഓൾറെഡി 2 എണ്ണം കഴിഞ്ഞാൽ തഹല്ലുലായി കഴിഞ്ഞു, ഇഹ്റാമിൻ്റെ വസ്ത്രം മാറ്റാം. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ ഡ്രസ്സോട് കൂടി തന്നെയാണ് ഇവിടേക്ക് പോവുക, തവാഫിന് പോകുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതും കൂടെ കഴിഞ്ഞ് മുടി മുറിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഡ്രസ്സ് മാറ്റിയാൽ മതി. അപ്പോൾ ഈ സമയത്ത് തഹല്ലുലാകുന്നതിനാണ് എന്ത് പറയുക? തഹല്ലുലു സുഗ്റ. പൂർണ്ണമായിട്ടും തഹല്ലുലായിട്ടില്ല. സ്ത്രീ പുരുഷ ബന്ധമല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ അനുവദിക്കപ്പെടും. ഡ്രസ്സ് മാറ്റാം, നഖം മുറിക്കാം, മുടി മുറിക്കാം, നേരത്തെ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ. തല മറക്കാം, അതൊക്കെ ഡ്രസ്സ് ധരിക്കാം, അടിവസ്ത്രം ധരിക്കാം, അതൊന്നും എന്തില്ല, പ്രശ്നമില്ല. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ദുൽഹിജ്ജ 11-ന് 3 ജംറയിലും കല്ലെറിയണം. അപ്പോൾ ഇതിന് 3-ലെറിയണം. നേരത്തെ അക്കബയെ മാത്രമേ അറിഞ്ഞുള്ളൂ, അത് 10-നാണ്. 10-ന് പോയി തിരിച്ചു വന്ന് രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞു കേട്ടോ. അവിടെ മിനയിൽ താമസിക്കുമ്പോഴൊക്കെ നിസ്കാരം എത്ര റക്കാത്ത, കസറാക്കണം. 4 റക്കാത്തുള്ളത് 2 നിസ്കരിക്കണം. അതേസമയത്ത് ഹറമിന് പോകുമ്പോഴോ ഒരുപോലെ തന്നെയാണ്, അവിടെ കസറൊന്നുമില്ല, വക്തിന് അതേപോലെ തന്നെയാണ്. ദുൽഹിജ്ജ 11-ൻ്റെ അന്ന് 3 ജംറയിലും കല്ലെറിയണം കേട്ടോ. അത് ലൊഹറിന് ശേഷമാണ് നല്ലത് എന്നതാണ് കൂടുതൽ നല്ല അഭിപ്രായം കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാലും മതിയാകുന്നതാണെന്നർത്ഥം. അപ്പോൾ ആദ്യത്തെ ജംറയാണ് ജംറത്ത് സുഗ്റ, വുസ്ത, അക്കബ. അപ്പം എത്ര കല്ല് വേണ്ടി വരും? 21 ചെറിയ കല്ലെടുക്കുക, ഒരു കവറിലാക്കി എടുത്താൽ മതി. അതൊക്കെ പോയിട്ട് ബിസ്മില്ലാ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ഒരെണ്ണത്തിലെറിഞ്ഞു. അടുത്തേക്ക് വന്നിട്ടും ബിസ്മില്ലാ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞിട്ട് അക്ബയിലും കല്ലെറിയും, 7 കല്ലെറിയും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യ 2 ജംറയിലും കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ കഅബക്ക് നേരെ തിരിഞ്ഞു ദുആ ചെയ്യണം. മനസ്സിലായോ? ജംറത്ത് സുഗ്റയിൽ 7 കല്ലെറിഞ്ഞല്ലോ, നേരെ കഅബേൻ്റെ ഡയറക്ഷൻ നോക്കുക, അള്ളാഹിനോട് കുറച്ച് പ്രാർത്ഥിക്കുക. നേരെ ഉസ്താൻ്റെ അവിടെ പോവുക, 7 കല്ലെറിയുക, കഅബക്ക് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുക. അക്കബേൻ്റെ അവിടെ പോവുക, 7 കല്ലെറിയുക, പ്രാർത്ഥിക്കണ്ട. തിരിച്ചവിടെ പോകണം, മിനയിലേക്ക് പോകണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ബാക്കി ദുൽഹിജ്ജ 12 3 ജംറയിലും ഇന്നലെ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ഇന്നും ചെയ്യണം. 11-ൻ്റെ അന്ന് എന്താണോ ചെയ്തത് അതുപോലെ തന്നെ 3 ജംറയിലും കല്ലെറിയണം. നേരത്തെ പറഞ്ഞ തന്നെ ക്ലിയർ അല്ലേ? ദുൽഹിജ്ജ 12. ഈ ദുൽഹിജ്ജ 12 കഴിഞ്ഞാൽ, കല്ലേറ് കഴിഞ്ഞാൽ വളരെ അർജൻറ്റുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം? പോരാ. ശരിക്കും എഡിറ്റിംഗിൽ അങ്ങനെ ആ, അല്ലെങ്കിൽ 2 ജംറ കാമിലായി ഇരുത്താണ്ട് അതെ അതെ ആണെങ്കിൽ ഇത് എക്സ്പ്ലനേഷൻ കിട്ടാത്ത ഒരാളിത് വായിച്ചാൽ ആദ്യം 2 എണ്ണം കഴിഞ്ഞിട്ട് ദുആ ചെയ്താൽ മതി എന്ന് വിചാരിക്കും. ഓക്കെ ഓക്കെ. ആദ്യ 2 ജംറയിൽ ഓരോന്നിനും കല്ലെറിഞ്ഞു കഴിഞ്ഞു. അതെ അതെ. എവിടെ? ഇല്ല 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 ഇല്ല, ഹാജിമാർക്ക് അങ്ങനെ ഈദില്ലല്ലോ അവിടെ. ആദ്യം നമ്മളെ 7 വെച്ച് 21 ആദ്യത്തെ പ്രാവശ്യം 7 ഓക്കെ കഴിഞ്ഞിട്ട് 3 ചെയ്തു. അത്
കഴിഞ്ഞ് വീണ്ടും ആ ദുൽഹിജ്ജ 12 ചെയ്യണം. അതുപോലെ തന്നെ അതേമാതിരി തന്നെ വീണ്ടും ആ തിരിച്ച് മിനയിലേക്ക് സാധാരണ ഡ്രസ്സായിട്ടോ. ഇനി മിനയിൽ എന്തില്ല, മറ്റേ ഡ്രസ്സൊന്നുമില്ല, സാധാരണ ഡ്രസ്സായി കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞില്ലേ, മിനയിലേക്ക് പോകുമ്പോൾ ആ ദിവസങ്ങൾ ഉപയോഗിക്കാൻ ഡ്രസ്സ്. ഈ 12 കഴിഞ്ഞാൽ അർജൻറ്റുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, പോകാം. പക്ഷേ ശരിക്കും സാധാരണ ആ സമയമാകുമ്പോഴേക്കും ആ ഏകദേശം പകുതി ആവും ആളുകളവിടെ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പിറ്റേ ദിവസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, അവിടെ നിന്ന് പോയത് കേട്ടോ. 13-ൻ്റെ അന്നും ഇതേ കാര്യം തന്നെ, പ്രത്യേകിച്ച് വേറെ ഒന്നും കൂട്ടാനോ കുറക്കാനൊന്നുമില്ല. 11-നും 12-നും 13-നും ഒരേ കാര്യം തന്നെ. ഓക്കെ. ഓക്കെ, കല്ലെറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉച്ച കഴിഞ്ഞിട്ടാണ് നല്ലത്. 7 കല്ലാണ്, 7 പ്രാവശ്യമാണ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പ്രാർത്ഥന. ഇതൊന്നും മറക്കരുത്. ദുൽഹിജ്ജ 13-ന് കല്ലെറിഞ്ഞ ശേഷം ഇനി ഹറമിലേക്ക് മടങ്ങും. ഹറം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ കാബയിലേക്കോ അല്ലെ ഹോട്ടലിലേക്കോ ഇനി അതെല്ലാം പോയി തവാഫ് ചെയ്യണം. സാധനങ്ങളൊക്കെ ആയിട്ട് പോയി തവാഫ് ചെയ്യൽ എളുപ്പമല്ല. റൂമിൽ പോയതിന് ശേഷം തവാഫ് ചെയ്താലും മതി. ഹജ്ജ് കഴിഞ്ഞു. ആ ഇനി എന്നാണോ നമ്മൾ തിരിച്ചു പോരുന്നത് അന്ന് എന്ത് ചെയ്യണം, തവാഫുൽ വിദാ ഉണ്ട്. ഇല്ല, സാധാരണ ഡ്രസ്സിൽ തവാഫ് ചെയ്യാം. ആ ഇനി വേറെ ഡ്രസ്സൊന്നുമില്ല, സാധാ ഡ്രസ്സിൽ തവാഫ് ചെയ്യാം. പക്ഷെ അതിൻ്റെ അകത്ത് ചിലപ്പോൾ കയറ്റി വിടാന്നുള്ളൂ കേട്ടോ. പുറത്ത് കൂടെ ചെയ്യാം, മേലെ കൂടെ ചെയ്യാം. അതെ, ഒരു പക്ഷേ ആ സമയത്തൊക്കെ കയറ്റി വിട്ടേക്കാം. കയറ്റി വിട്ടാൽ ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് കൂടെ ചെയ്യാം, മേലെ കൂടെ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ എന്നാണോ മക്കയിൽ യാത്ര പുറപ്പെടുന്നത്, നാട്ടിലേക്ക് പോരുന്നത്, അതിൻ്റെ അവസാന സമയത്ത് ഒരു തവാഫുണ്ട്. അതിന് പറയുന്ന പേരാണെന്ത്, തവാഫുൽ വിദാ. അതുവരെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥനയിലും ദിക്റിലും ദുആകളിലും പിന്നെയോ തവാഫും ഒക്കെയായി ഒരു വഖത്ത് പോലും ഒഴിവാക്കാതെ അവിടെ ഉണ്ടാവണം. ഇങ്ങനെ ഹജ്ജ് ചെയ്താൽ അവനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പിന്നെ എന്താ പറയേണ്ടത്, അല്ലാഹു അല്ലേ, ഇങ്ങനെ ഒരുക്കി എല്ലാം കഴുകി ശുദ്ധിയാക്കിയ ഒരു മനുഷ്യന് പിന്നെ എന്താ സമ്മാനം കൊടുക്കുക അല്ലാഹു? കാരണം അവൻ അള്ളാഹ്ക്ക് സമ്മാനം കൊടുത്തില്ലേ, അപ്പോൾ അള്ളാഹിൻ്റെ സമ്മാനം എന്തായിരിക്കും? അതിനേക്കാളും വലുതല്ലേ? അതാണ് ജന്ന. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇങ്ങനെ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടീൻ്റെ മനസ്സെന്തായിരിക്കോ അതുപോലായിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് തവാഫുൽ വിദാം കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുന്നത്. അള്ളാഹു പോകുന്ന മുഴുവൻ ആളുകൾക്കും ആ രൂപത്തിൽ ഹജ്ജ് ഉംറയും ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം കുറേ ആയിട്ടുണ്ട്. പറഞ്ഞത് കുറേ കാര്യങ്ങൾ ഓടിച്ചു പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും അള്ളാഹു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പരിശുദ്ധ ഭൂമിയിൽ പോയി ഈ പരിശുദ്ധമായ കർമ്മം നിർവഹിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് യാത്ര പുറപ്പെടുന്നവർക്ക്, ഹജ്ജിന് വേണ്ടി തയ്യാറാകുന്നവർക്ക് മഖബൂലും മബ്റൂറുമായ രൂപത്തിൽ ഹജ്ജും ഉംറയും നിർവഹിച്ച് സന്തോഷത്തോടുകൂടെ തിരിച്ചു വരാനുള്ള ആ തൗഫീഖ് റബ്ബേ നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചു പോയ എല്ലാ തിന്മകളും തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നീ ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله